സരിഗമപ സ്റ്റാർ സിംഗർ വേദിയിലൂടെ സുപരിചിതയായ നന്ദ ജയദേവനാണ് ഇന്ന് മേക്ക് സെൻസ് മീഡിയയിലെ അതിഥിയായി വന്നിരിക്കുന്നത്. അപ്പോൾ നന്ദ, വെൽക്കം ടു മേക്ക് സെൻസ് മീഡിയ. താങ്ക് യു. നന്ദയുടെ ഞാൻ കേട്ടിട്ടുണ്ട്, നന്ദയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ മ്യൂസിക്കുമായിട്ട് ഒട്ടും ഒരു ബന്ധവും ഇല്ലാത്തതാണ് എന്ന് കേട്ടിട്ടുണ്ട്, അല്ലേ? പാട്ട് പാടുന്ന ആരും ഇല്ലാന്നോ അങ്ങനെ എന്തോ മുൻപ് നമ്മൾ ആരും ഇല്ല ഫാമിലിയിൽ, ആരും മീൻസ് അങ്ങനെ കലാപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് അല്ലെങ്കിൽ അതിനൊരു കരിയർ വൈസോ അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ പാഷനേറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുള്ള ആരുമില്ല. എല്ലാവരും കുറച്ചും കൂടെ അക്കാഡമിയിലേക്കാണ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ആയിരിക്കും ഫസ്റ്റ് പേഴ്സൺ ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ദി ആർട്സ്. ഫീലിംഗ് ആയിരിക്കും ഇപ്പൊ ഉണ്ടാവുക. കുടുംബത്തിലെ ഗായിക, ആദ്യത്തെ ഗായിക. ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ. ഇനിയുള്ള എന്താ പറയുക, നന്ദ കഴിഞ്ഞിട്ടുള്ള ഇനിയുള്ള ജനറേഷന് ഇതൊരു മാതൃകയാവട്ടെ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു മ്യൂസിക്കുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ ഇപ്പോൾ മ്യൂസിക് ഫീൽഡിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്? ഇതിന്റെ സ്റ്റാർട്ടിങ്, അതായത് എവിടെയാണ് നന്ദയിലെ ഗായികയെ ആരാണ് ആദ്യം കണ്ടെത്തിയത്? ഐ തിങ്ക് എൻ്റെ പേരൻസ് ആണ്. അതായത് ഞാൻ ഈ പണ്ട് കുട്ടികളുടെ ഒരു TV ഷോയിലുണ്ടായിരുന്നു, TV ഷോ ഉണ്ടായിരുന്നു ഡിസ്നിയിൽ. പണ്ടത്തെ ഡിസ്നി ചാനൽ ഹാന മൊണ്ടാന. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതിന്റെ 2009 അതെ അത് വരുന്ന സമയത്തൊക്കെ ഞാൻ ചെന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കായിരുന്നു, അല്ലെങ്കിൽ അത് പാടുന്ന പോലെ ശ്രമിക്കായിരുന്നു. അതിൽ എനിക്കൊരു ഫാസിനേഷൻ തോന്നിയത്, അതിലെ മെയിൻ ക്യാരക്ടർ എന്താ പറയുക, ഗിറ്റാർ വെച്ചിട്ടാണ് പാടുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഫാസിനേഷൻ തോന്നി. ആൻഡ് ഐ തിങ്ക് എൻ്റെ പേരൻസിന് അവർക്കും അത് ഫീൽ ചെയ്തു. അവർ വളരെ റിസപ്റ്റീവ് ആയിരുന്നു ഞാൻ എന്ത് ചെയ്യുമ്പോഴും. അപ്പോൾ അത് അങ്ങനെ കണ്ടപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം പാട്ട് പഠിപ്പിച്ച് നോക്കാം. അങ്ങനെ എന്നെ RLV സഞ്ജീവ് എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് പാട്ട് പഠിപ്പിക്കാൻ വിട്ടു. സാർ എന്നും വീട്ടിൽ വരുമായിരുന്നു എല്ലാ ആഴ്ചയിലും. എന്നിട്ട് കർണാട്ടിക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. സരിഗമ പദനിസ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് വേറെയായിരുന്നു. ഞാൻ ഗിറ്റാർ വെച്ച് പാടുന്നതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഈ സരിഗമ പദനിസ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വന്നപ്പോൾ ഞാനിങ്ങനെ ഇതല്ലല്ലോ ഞാൻ പറഞ്ഞ സാധനം, എനിക്ക് വേണ്ടത് ഇതല്ല. പക്ഷേ ഐ ഗ്രൂ ടു ലൈക്ക് ഇറ്റ്. എന്ന് വെച്ചാൽ അതും മ്യൂസിക് തന്നെയാണ്. നമ്മൾ കുറച്ചും കൂടെ വലുതാവും തോറും മനസ്സിലാവും ആക്ച്വലി ഇറ്റ്സ് ഓൾ ജസ്റ്റ് പാർട്ട് ഓഫ്, എന്താ പറയുക, ഒരു മ്യൂസിക്കിൻ്റെ ഭാഗമാണ് എല്ലാം. കർണാട്ടിക് ആണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും അതിന് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. ദ തിങ് ഇസ് വാട്ട് വി ഫീൽ, ദ ഇമോഷൻ ദാറ്റ് വി ഫീൽ ഇസ് ദ സെയിം. ഇപ്പം ഞാൻ വെസ്റ്റേൺ സോങ് പാടുന്നത് അതേ സന്തോഷത്തോടെ തന്നെ എനിക്ക് ഒരു കർണാട്ടിക് സോങ്ങോ എനിക്ക് പാടാം എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കി. ഇതൊക്കെ ചേർന്നതാണ് ഒരു മ്യൂസിക് എന്നുള്ളത് മനസ്സിലായല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ മിടുക്കൻ മുയലച്ചനിലെത്തിക്കുന്നത്? ആ ഒരു ടീം എന്ന് പറയുന്നതില്ലേ, എന്താ പറയാ, VK ഹരിനാരായണൻ എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരൻ. ഞാൻ ഹരിനാരായണന്റെ വലിയൊരു ഫാനാണ്. എനിക്കറിയില്ലായിരുന്നു, ഞാൻ കുഞ്ഞായിരുന്നു. അല്ല, ഇപ്പൊ അറിയാലോ. അപ്പൊ ആ ഒരു ആദ്യത്തെ പാട്ട് തന്നെ VK ഹരിനാരായണന്റെ ലിറിക്സ്, പിന്നെ ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം, പിന്നെ ആരാ, റിമി ചേച്ചിയും മധുചേട്ടനുമാണ്. മധു ബാലകൃഷ്ണൻ. അതെ. പക്ഷെ മൂവിയിൽ പാടിയത് ഞാനാണ്. അതെ, ഞാനാണ് പാടിയത്. അത് എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ എറണാകുളത്തെ സംഘം കലാഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവരിങ്ങനെ ദർ ഓർഗനൈസേഷൻ. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഓരോ വേദിയിൽ നമുക്ക് പാട്ടിനോട് ഇഷ്ടമുള്ളവർക്ക് പോയി പ്രസൻറ്റ് ചെയ്യാം നമ്മൾ പഠിച്ച പാട്ട്. അപ്പം അങ്ങനെ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും എന്നെ ഇങ്ങനെ കരോക്കെ ഒക്കെ പാടാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ പല പല കോമ്പറ്റീഷൻസിനും വന്നു. ലൈറ്റ് മ്യൂസിക് അങ്ങനത്തെ പല കോമ്പറ്റീഷൻസും വന്നു തുടങ്ങി. സ്കൂളിലാണെങ്കിലും അല്ലാതെ തന്നെ ഇവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈ സംഘം കലാഗ്രൂപ്പിൻ്റെ തന്നെ വേറെ കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പം അങ്ങനെ അതിൽ പോയി ഗോപകുമാർ എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ട്. അങ്ങളിപ്പോൾ ഇല്ല. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഹിം. അപ്പോൾ ആളാണ് എന്നെ ബേണി അങ്കിളിനും ഇഗ്നേഷ്യസ് അങ്കിളിനും പറഞ്ഞു കൊടുത്തത്, സജസ്റ്റ് ചെയ്ത് കൊടുത്തത്, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്. അപ്പം ഞാനന്ന് ഈ ഫുൾ പഴയ ജാനകി അമ്മയുടെയും സുശീല അമ്മയുടെ ഒക്കെ മലയാളം പാട്ടുകളായിരുന്നു ഈ വേദികളിലും അല്ലെങ്കിൽ കോമ്പറ്റീഷൻസിനൊക്കെ പാടിക്കൊണ്ടിരുന്നത്. പിന്നീട് സ്റ്റുഡിയോയിൽ എത്തിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പാട്ടാണ്. പക്ഷെ നല്ല പാട്ടാണ്. എല്ലാവർക്കും ഒരു അതിന് വ്യൂസ് ആണ്.
എൻ്റെ ചിറ്റയുടെ പിള്ളേരുണ്ട്, ട്വിൻസ്. അവർ ചെറുപ്പത്തിൽ, ഐ മീൻ കുറച്ചും കൂടെ കുഞ്ഞായിരുന്നപ്പോൾ ഇത് കണ്ടുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് കേട്ടോണ്ടായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ കുറേ കഥകളുണ്ട്. ആമയുടെയും മുയലിന്റെയും പന്തയം വെച്ച കഥ. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. യെസ്. ഇപ്പോൾ എൻ്റെ ഈ പ്രായത്തിൽ കേൾക്കുമ്പോൾ കുറച്ചും കൂടി ഒരു Matured voice. മിടുമിടുമിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മരയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥ ഇതു കാട്ടിൽ പാട്ടായി. പിന്നെ ചേച്ചിയുടെ കുറുമൊഴി വീട്ടിൽ കുയിലമ്മ അവളുടെ പേരിൽ വക്കാണം വിവരമറിഞ്ഞു മൃഗരാജൻ വനസഭ കൂടി തിരുമുന്നിൽ. ഈ 4 വരി മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം റെമി ചേച്ചിയും മധുചേട്ടനാണ് പാടിയിട്ടുള്ളത്. പക്ഷെ അത് കൊള്ളാം. രാജാതിരാജ മൂവി. അതെ അതെ അതെ. അത് രജനീകാന്തിൻ്റെ ഏതോ മൂവിയുടെ റീമേക്ക് എന്തോ ആണ്. പേര് മറന്നു. എൻ്റെ അച്ഛൻ ഭയങ്കര രജനി ഫാനായിരുന്നു. അപ്പം അച്ഛന് ഭയങ്കര കാര്യമായിരുന്നു അതിൻ്റെ മലയാളം റീമേക്കിൽ പാടിയല്ലോ എന്ന്. ഓക്കെ. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ തെരഞ്ഞെടുത്തല്ലോ അല്ലെ, വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവാൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് പോവുകയാണ്. നന്ദയ്ക്ക് കോളേജ് ലൈഫിലായാലും ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗം ആയിരിക്കുമല്ലോ അല്ലെ, മെന്റലി ഏതെങ്കിലും ഒരു പാർട്ടി? ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയം മാത്രമല്ല, ഇപ്പോൾ ഇൻ്റർനാഷണൽ US പൊളിറ്റിക്സിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയ കാരണം അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയുന്നതും എനിക്ക് വായിക്കാൻ കുറച്ചും കൂടി ഇഷ്ടമുള്ളത് അതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി മംദാനി വന്നതിന് ശേഷം എന്താ പറയുക, ആദ്യമായിട്ടാണ് US ഹിസ്റ്ററിയുടെ, ന്യൂയോർക്ക് ഹിസ്റ്ററിയുടെ ആദ്യമായിട്ടാണ് ഒരു $12 ബില്യൺ ഡെഫിസിറ്റ് ഇപ്പോൾ 0 ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വായിക്കാൻ ഞാനിത് ആലോചിക്കും, ഇതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഇതെങ്ങനെ പോസിബിളായി. അപ്പോൾ ആൾ ടാക്സ് ചെയ്യുന്ന രീതിയും അങ്ങനെ എക്കണോമിക്സിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിച്ച് വരുമ്പോൾ ഇത് രസമാണ്. പക്ഷേ കോളേജ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. ഇറ്റ്സ് മോർ ഓഫ് എ ഹീ സെഡ് ഷീ സെഡ് സിറ്റുവേഷൻ. അതായത് ഇപ്പോൾ ഞാൻ വരുന്നത് എറണാകുളം ലോ കോളേജിൽ നിന്നാണ്. എറണാകുളം ലോ കോളേജിൽ പൊളിറ്റിക്സ് വളരെ പ്രാധാന്യമേറിയ ഒരു സംഭവമാണ്. അതായത് ഒരു കാലത്ത് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മീഡിയാസും നമ്മളുടെ കോളേജിൽ വന്നിട്ട് എന്താ പറയുക, പ്രോമിനൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സീൻസിനെ പറ്റി ചോദിക്കുന്നത്, ഇൻ്റർവ്യൂ ചെയ്യുന്നത് എറണാകുളം ലോ കോളേജിലെ പിള്ളേരുടെ അടുത്തായിരുന്നു. ബിക്കോസ് വി യൂസ് ടു ബി ദാറ്റ് ഇൻവോൾവ്ഡ്. പക്ഷേ ഇപ്പോൾ ഐ ഫീൽ ലൈക്ക് ഇതൊരു കോളേജ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിനോട് അത് ചുരുങ്ങിപ്പോയേക്കുന്നു. ദാറ്റ് വി ആർ നോട്ട്, എൻ്റെ കോളേജിൽ ഇപ്പോൾ കുറേ നാളായി ഇത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ സിനാരിയോനെ പറ്റി എന്താ പറയുക ഡീപ്പായിട്ട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുകയോ ചെയ്തിട്ട് കുറേ നാളായി. ഐ മീൻ എൻ്റെ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ വരെ അതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ മറ്റേ ആ പാർട്ടി ഇങ്ങനെ ചെയ്തു, ഈ പാർട്ടി ഇങ്ങനെ ചെയ്തു, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്തുകൊണ്ട് ഇത് പറയുന്നു, വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ദ തിങ് ദാറ്റ് വി ആർ സെയിങ് എന്നുള്ളതിനെ, ആ ഒരു കോസിനെ മറന്നിട്ടാണ് പലവരും ഇപ്പോൾ എന്താ പറയുക കോളേജ് പൊളിറ്റിക്സിലേക്ക് കയറുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ ആയി മാറുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ബിക്കോസ് ഓഫ് എന്താ പറയുക ലാക്ക് ഓഫ് റീസേർച്ച്. അതായത് ഇപ്പോൾ പല ആൾക്കാരും ഇതിനെപ്പറ്റി റീസേർച്ച് ചെയ്യാൻ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക കുറവാണ് ചെയ്യുന്നത്. അതിനോടുള്ളൊരു ഇൻട്രസ്റ്റിൻ്റെ കുറവാണെന്ന് എനിക്ക് തോന്നണില്ല. ബട്ട് ദ തിങ് ഇസ് കുറേ ക്യാപ്സ്യൂളായിട്ട്, അത് ഞാൻ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലുണ്ടെങ്കിൽ തന്നെ ക്യാപ്സ്യൂളായിട്ട് കുറേ സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ആൻഡ് യുവർ നോളജ് ആൻഡ് റിസർച്ച് പെർട്ടെയിൻസ് ടു ഓൺലി ദാറ്റ്. അതിൽ മാത്രം ഒതുങ്ങിപ്പോവുക. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ദേ ആർ നോട്ട് അലൗവിങ് അസ് ഓൾസോ. ഒരു പേഴ്സ്പെക്റ്റീവ് തരുന്നു, ആ പേഴ്സ്പെക്റ്റീവിൻ്റെ ഉള്ളിൽ നിന്ന് ചിന്തിച്ചാൽ മതി. അതിൻ്റെ പുറത്തേക്ക് കടക്കണമെങ്കിൽ യു വിൽ ഹാവ് ടു ചേഞ്ച് യുവർ എന്താ പറയുക പൊളിറ്റിക്കൽ സ്റ്റാൻസ്, അല്ലെങ്കിൽ പാർട്ടി മാറണം. അതിനപ്പുറത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ യു ആർ എ ട്രൈറ്റർ എന്നുള്ള രീതിയിൽ ഈ ഒരു ചിന്തയാണ് പലവർക്കും. അതും ഈ ക്യാമ്പസ് പൊളിറ്റിക്സിലേക്ക് വരുന്ന പല കുട്ടികളും ഒരു അഡോളസെൻറ്റ്, അതായത് ഈ 12th കഴിഞ്ഞ ഉടനെ കയറുന്നവരായിരിക്കും മിക്കവരും. അല്ലെങ്കിൽ പിന്നെ 3 years ഒരു കോളേജ് ജീവിതം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരായിരിക്കും ഇങ്ങോട്ട്. പക്ഷേ ഇവിടെയും കൂടുതൽ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് സ്കൂളിൽ നിന്നും കോളേജിലേക്ക് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു ഗ്രോയിങ് മൈൻഡാണിത്.
അത് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഈ ഒരു സമയത്ത് തന്നെ ഈ ക്യാപ്സ്യൂളായിട്ട് ഈ ഇമോഷൻസ് കുറച്ചും കൂടെ കുത്തിക്കയറ്റി ഇൻജെക്ട് ചെയ്ത്, സോ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. അതിനോട് എനിക്ക് യോജിക്കാനും പറ്റാറില്ല. ആൻഡ് ദ തിങ് ഇസ്, ഞാനത് തുറന്ന് പറയുമ്പോഴത്തേക്കും വി ഗെറ്റ് ബാക്ക്ലാഷസ്, വി ഗെറ്റ് എന്താ പറയുക ക്യാപ്സ്യൂൾഡ് ക്രിറ്റിസിസംസ്. അതായത് ഈ ക്രിറ്റിസിസംസ് വരെ ഓൾറെഡി എന്താ പറയുക പ്രാക്ടീസ് ചെയ്ത് വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഓൾറെഡി പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്താ പറയുക എലീറ്റിസം, അങ്ങനെയൊക്കെ കുറച്ച് ടേംസിലേക്ക് നമ്മളുടെ അടുത്ത് വരുന്നു. സോ ദാറ്റ് ഇപ്പം ഞാനങ്ങനെ ആക്റ്റീവ് ആവാറില്ല ക്യാമ്പസ് പൊളിറ്റിക്സിൽ. നമുക്ക് നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യം അവിടെ നിഷേധിക്കപ്പെടുക ചെയ്യുന്നു. പക്ഷേ ഐ ഹോപ്പ്, പക്ഷേ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ, അതായത് നമ്മളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മളുടെ സെയിം പൊളിറ്റിക്കൽ ചിന്താഗതി അല്ലെങ്കിൽ പോലും അവർക്കത് മനസ്സിലാവുന്നുണ്ട് ദാറ്റ് യുനോ അന്ന് ചിന്തിച്ചതല്ലായിരുന്നു, ലൈക്ക് ഐ ഷുഡ് ഹാവ് തോട്ട് മോർ ദാൻ ദാറ്റ്. ആ ഒരു ചട്ടക്കൂടിൽ നിന്നും അപ്പുറത്തേക്ക് പുറത്ത് കടന്ന് ചിന്തിക്കുമ്പോൾ എന്താ പറയുക പല കാര്യങ്ങളിലും കൂടുതൽ അവർ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാനും അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല, പക്ഷേ എനിക്കതിനെ മനസ്സിലാക്കാം. ഇറ്റ് ഹെൽപ്സ് മീ അണ്ടർസ്റ്റാൻഡ് റാദർ ദാൻ ജസ്റ്റിഫൈങ് ദാറ്റ്. സോ ദാറ്റ് ഹെൽപ്സ്. ഓക്കെ, അതെ. പക്ഷെ അതങ്ങനെ ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റിയത് അത് നല്ല കാര്യമാണ്. അതെ അതെ അതെ. നന്ദയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളേഴ്സ് ഉണ്ടാവുമല്ലോ, ഒരുപാട് കളേഴ്സ് ഉണ്ടാവും. നമ്മളൊക്കെ പല സന്ദർഭങ്ങളിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് ഉതകുന്ന പല കളേഴ്സ് ഉണ്ടാവും. പക്ഷെ നന്ദയുടെ മ്യൂസിക്കിനൊരു കളർ കൊടുക്കാൻ പറഞ്ഞ ഏത് കളറായിരിക്കും നന്ദ ഓപ്റ്റ് ചെയ്യുക? വൈൻ റെഡ്. വൈൻ റെഡ്. വൈ ഡിഡ് യു ചൂസ് ദാറ്റ് കളർ? ഭയങ്കര ബോൾഡ് കളറാണ്, ഭയങ്കര സൾട്രി, ഭയങ്കര ഒരു എന്താ പറയുക കളർ വൈസ് റിച്ച് ആയിട്ടുള്ളൊരു കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് ഭയങ്കര എന്തും ആ കളറിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറൊരു ഡയമെൻഷൻ ഉണ്ടാവും, ഭയങ്കര ഒരു ഡെപ്തുള്ള കളറാണെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ശബ്ദം അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര കുറച്ച് ഡീപ്പായിട്ടുള്ള ബോൾഡായിട്ടുള്ള ശബ്ദമാണ്, റാദർ ദാൻ സട്ടിലായിട്ടുള്ളൊരു ശബ്ദമല്ല എൻ്റെ. അങ്ങനെയാണോ ഈ പ്രൗഡ് ആൻഡ് ബ്രൗൺ? ബ്രൗൺ ആൻഡ് പ്രൗഡ്, യെസ്, സോറി, ബ്രൗൺ ആൻഡ് പ്രൗഡ് ആണല്ലോ. ബ്രൗൺ ആൻഡ് പ്രൗഡിന്റെ എന്താ പറയാ, അതുണ്ടായത് എങ്ങനെയാണോ? അതുണ്ടായത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ചെറുപ്പത്തിലൊക്കെ നമുക്ക് എന്തോ നമ്മൾ ടി വിയിൽ കാണുന്നതും അല്ലെങ്കിൽ മീഡിയയിൽ കാണുന്ന ഫേസൊക്കെ പൊതുവെ ഒരു പ്രത്യേക സ്കിൻ ടോണാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റർ സ്കിൻ ടോണാണ് എനിക്ക്. പക്ഷേ ഇതുവരെ പിന്നെ പണ്ടും ഞാൻ ഈ വോളിബോളും ബാസ്കറ്റ് ബോളൊക്കെ കളിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ കളിച്ച് വന്നിട്ട് കുറേ പേര് വന്നിട്ട് ആകെ നിറമൊക്കെ പോയി, കരിഞ്ഞു പോയി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എന്താണ് അതിൽ കുഴപ്പം? എനിക്കതിനൊരു മോശമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ത് ചെയ്തിട്ടും. ബിക്കോസ് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷന് ഭാഗമായിട്ടുണ്ടോ? യെസ്, അതായത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ എനിക്കത് മണ്ടത്തരാണെന്ന് തോന്നിയത്. ബിക്കോസ് വൈ വുഡ് യു, ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ സ്കിൻ ടോൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്കിൻ ടോണാണ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ആ സ്കിൻ ടോണിലുള്ള ഒരാളാണ്. എനിക്കതൊരിക്കലും ഒരു കുറവായിട്ടോ ഒന്നുമായിട്ട് തോന്നിയിട്ടില്ല. ആൻഡ് ഇറ്റ് ഹാസൻറ്റ് ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഇറ്റ് ഹാസ് നോട്ട് സ്റ്റോപ്ഡ് മീ ഫ്രം പ്ലേയിങ് വോളിബോൾ ഓർ ബാസ്കറ്റ് ബോൾ, അല്ലെങ്കിൽ ബീയിങ് ഇൻവോൾവ്ഡ് ഇൻ സ്പോർട്സ്. അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും പ്രൗഡാണ്. എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എന്നെപ്പോലെ ഇരിക്കുന്ന എന്നെ എന്താ പറയുക അവരിൽ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. ആൻഡ് ഐ ഫീൽ ലൈക്ക് അതെനിക്ക് പറയണം, അതെനിക്ക് എങ്ങനെയെങ്കിലും എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ ഈ സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ഈ മ്യൂസിക്കിലൂടെയും അല്ലെങ്കിൽ ആ ഒരു സോങ് റൈറ്റിങ്ങിലൂടെയും കണ്ടെത്തിയപ്പോഴാണ് ഞാൻ ആ വരികൾ എഴുതിയത്. ഞാൻ 9ാം ക്ലാസ്സിൽ എഴുതിയതാണ്. കുറച്ചും കൂടെ വർഷം കഴിഞ്ഞിട്ടാണ് അതിന് ഒന്ന് പ്രൊഡക്ഷനിലേക്ക് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് വന്നതെന്ന് മാത്രം. അതിലെ ഒരു 4 വരികൾ അതിൽ എല്ലാം ഉണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സംഭവം അതിനകത്തുണ്ട്. ഉഷിരുമായി ഇനി മുന്നോട്ട് ചുവടുവെക്കില്ലിനി പിന്നോട്ട്, നിറമാണു നിങ്ങളുടെ ഭയമെങ്കിൽ അത് വേണ്ടതില്ലിനിയൊരു നിമിഷം, മിന്നുമീ കരങ്ങളിൽ ഈ മണ്ണിൻ്റെ മായാജാലം, അതിരുകളില്ല മതിലുകളില്ല പോരാടുന്നു തക്കഥിമിതൈ. Brown and proud, brown and proud, brown and proud, brown and proud. Nice. എനിക്ക് ആ പ്രായത്തിൽ ഇതിനെ കുറിച്ച് എങ്ങനെ
ഇതിനെങ്ങനെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന അറിയില്ലായിരുന്നു. അത് അതിരുകളില്ല മതിലുകളില്ല പോരാടുന്നു തക്കധിമിത്തേ. തക്കധിമിത്തേ എന്ന് പറയുമ്പോൾ ഞാൻ ഡാൻസും പഠിച്ചിട്ടുണ്ട്. സോ ആർട്ട് വാസ് ദി ഓൺലി വേ ഇൻ വിച്ച് ഐ കുഡ് ഡിസ്ക്രൈബ് അല്ലെങ്കിൽ എക്സ്പ്രസ് വാട്ട് ഐ വാണ്ടഡ് ടു സേ. അതെ, അത്രയും സമൂഹത്തോട് സംവദിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അത് തന്നെ, ഏറ്റവും നല്ല ഉപാധി അത് തന്നെയാണ്. അതെ അതെ. പിന്നെ നമുക്ക് ധൈര്യത്തോടു കൂടി പറയാലോ അല്ലെ ഇതിലൂടെ, ആരെയും ഭയക്കാതെ. ആരെയും ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും കുറച്ചുകൂടി ധൈര്യത്തോടെ പറയാം നമ്മുടെ ഒരു വേർഷൻ. അതെ, ആക്ച്വലി മനുഷ്യന്മാരെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം തന്നെ. എന്തിനാ പേടിക്കുന്നത്? നമുക്ക് നമ്മുടെ ഭാഗം ആരെയും പേടിക്കാതെ വളരെ ശബ്ദത്തോടു കൂടി തന്നെ പറയാം, ഉറക്കെ പറയാം. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. യെസ്, എക്സാക്ട്ലി. ആസ് എ ലോ സ്റ്റുഡന്റ് ഐ ഹാവ് ടു അഗ്രി. പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നന്ദ രാവിലെ എണീക്കുമ്പോൾ നന്ദയുടെ ഈ ഒരു സ്വീറ്റ് വോയിസ് അത് മാറി വളരെ ഒരു ബേസ് വോയിസ് ആയിട്ടാണ് നന്ദയ്ക്ക് കിട്ടുന്നതെങ്കിൽ നന്ദയുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? അതുവഴി ആ ഒരു ഒരിക്കലും തളരില്ല എന്ന് എനിക്കറിയാം. ഒരു കുറച്ച് ആ ഒരു സമയത്തേക്ക് ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 24 hours അങ്ങനെയാണ്. അടുത്ത മൊമെന്റിൽ ആളുടെ റിയൽ വോയിസ് തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ ആ ഒരു ബേസ് വോയിസ് വെച്ചിട്ട് നന്ദ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഏതായിരിക്കും? എന്ത് ചോദ്യാന്ന് വിചാരിക്കണ്ടാവും. അല്ല, ചോദ്യം അല്ല, ഇത് ആക്ച്വലി സംഭവിക്കാറുള്ള കാര്യമാണ്. ഇപ്പം നമുക്കൊരു ഭയങ്കര സിവിയർ ആയിട്ടുള്ള കോൾഡോ അല്ലെങ്കിൽ തൊണ്ടവേദനയോ ഒക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ തൊണ്ട അടഞ്ഞു പോവുക, ലൈക്ക് ഓവർ സ്ട്രെയിൻ ചെയ്തിട്ട്, എനിക്ക് പലതവണയും പറ്റാറുണ്ട്. ഓവർ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ട ഇങ്ങനെ ബേസിലേക്ക് മാത്രമേ പോവുള്ളൂ, നമുക്ക് ടോപ്പിലേക്ക് ഫുൾ ശബ്ദം ഉണ്ടാവില്ല, ഇങ്ങനെ നിറയിട്ട് കാറ്റ് മാത്രമേ വരുള്ളൂ. അപ്പോൾ എനിക്കത് പലതവണ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. വളരെ ബേസ് ടോണിൽ മാത്രമേ അല്ലെങ്കിൽ ബേസ് റേഞ്ചിൽ മാത്രമേ എനിക്ക് പാടാൻ പറ്റാറുള്ളൂ. ആൻഡ് ഇത് എല്ലാ സിംഗേഴ്സും, എസ്പെഷ്യലി ഫീമെയിൽ സിംഗേഴ്സിന് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആക്ച്വലി ചേച്ചി ചോദിച്ചത്. സോ ഇപ്പം അങ്ങനെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഐ വുഡ് പ്രോബബ്ലി സിംഗ് ബോംബെ ജയശ്രീ മാമിൻ്റെ ഏതെങ്കിലും തമിഴ് പാടായിരിക്കും. നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതില്ലേ, സാധാരണ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിലും കൂടുതൽ ഇങ്ങനെ ഇടയ്ക്ക് സോങ് ഒക്കെ കേൾക്കുമ്പോൾ അവർക്കും കുറച്ചുകൂടി ഒരു ഇഷ്ടം തോന്നും അല്ലേ? ഡെഫിനറ്റ്ലി. എന്താ പറയാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ നമ്മുടെ സാഹചര്യം ഏതോ ആയിക്കോട്ടെ, നമ്മളിപ്പം വളരെ സാഡ് മൂഡിലായിക്കോട്ടെ അല്ലെങ്കിൽ വളരെ ഹാപ്പി മൂഡിലായിക്കോട്ടെ, അപ്പോഴായാലും ഏത് സിറ്റുവേഷൻ ആയാലും നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ, ഇപ്പോൾ സന്തോഷമാണെങ്കിൽ അതിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലേ, സാഡ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നേരെ ജമ്പ് ചെയ്ത് ആ ഒരു ഹാപ്പി മൂഡിലേക്ക് വരാനായിട്ട് ഈ മ്യൂസിക് നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ? ഡെഫിനറ്റ്ലി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര സാഡ് മൂഡിലാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഭയങ്കര സാഡായിട്ടുള്ള പാട്ട് കേൾക്കും. ആ പാട്ട് കേട്ട് എനിക്കൊന്ന് എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളമൊക്കെ പോയാൽ, കണ്ണീര് പൊളിഞ്ഞാൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാലില്ലേ, അത് ഒരാളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആലോചിക്കും, സാധാരണ ആൾക്കാർ സാഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഹാപ്പി ആയിട്ടുള്ള പാട്ട് കേട്ട് ഒന്ന് മൈൻഡിനൊന്ന് ചിയറപ്പ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. ഞാൻ വിചാരിക്കും എന്നെ പോലെ ഞാനേ ഉണ്ടാവുമെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അല്ല, അങ്ങനെ ആൾക്കാരുണ്ടാവും അല്ലേ? ഉണ്ട്. എസ്പെഷ്യലി ഐ തിങ്ക് മ്യൂസിഷ്യൻസ് പൊതുവെ എല്ലാവരും ഭയങ്കര സാഡായിട്ടുള്ള ആൾക്കാരാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. ഐ ഫീൽ ലൈക്ക് ബിക്കോസ് ഈ ഭയങ്കര കെയോസ് അല്ലെങ്കിൽ ഉള്ളിലുള്ളൊരു വേദന, അതിനെ എക്സ്പ്രസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗം ഈ പറയുന്ന പാട്ടുകളിലൂടെയാണ്. ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടുള്ള ഇമോഷൻസാണ്. ഗ്രീഫ്, ഡിസ്പെയർ അല്ലെങ്കിൽ സാഡ്നെസ്, മെലങ്കളി, ഇതൊക്കെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നന്നായിട്ട് പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരെയും അത് കൂടുതൽ ബാധിക്കും. അപ്പോൾ ഇതൊക്കെ പ്രോസസ്സ് ചെയ്യാൻ നമ്മളെ ഈ വളരെ സങ്കടമുള്ള പാട്ടുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ അതുകൊണ്ടാണ് ഗസൽസ് കൂടുതലും മ്യൂസിഷ്യൻസിന് പ്രിയപ്പെട്ടതാവുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് സച്ച് ഡീപ്പ് ഇമോഷൻ. പല പാട്ടുകളും നമുക്കിങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കേൾക്കുമ്പോൾ പല മുഖങ്ങളായിരിക്കും അല്ലേ മനസ്സിലേക്ക് വരിക. യെസ്. എനിക്ക് അതുപോലെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഈ കാത്തിരിപ്പു കൺമണി. അതിലത്തെ ആ ഒരു വയലിൻ ഉണ്ടല്ലോ, പദനിസ ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത, എനിക്കത് കേൾക്കുമ്പോൾ ഒരു
ഊട്ടിയിൽ ചെന്നിട്ട് കരയുന്ന ഐ മീൻ ആ പടത്തിൻ്റെ മൂഡും അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരാറ്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാഡ് സോങ്ങാണ്. പക്ഷേ എനിക്കിത് കേൾക്കുമ്പോൾ എനിക്ക് അമ്മേനെയാണ് കൂടുതൽ ഓർമ്മ വരിക. അങ്ങനെയും റിലേറ്റ് ചെയ്യാൻ പറ്റും. ചില സാഡ് സോങ്സ് കേൾക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സാഡ്, ഇറ്റ്സ് അബൌട്ട് ദ മൂമെൻറ്റ് that we shared when we were with that person. ഒരു ഹോംലി ഫീൽ ആയിരിക്കും. ഹോംലി ഫീലാണ്. അങ്ങനെ പിന്നെ ഇതിനകത്തുനിന്ന് പുറത്ത് കടക്കാനാണ് ബുദ്ധിമുട്ട്. പിന്നെ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് വന്നിട്ട് നമ്മളെ ചിയർ ചെയ്യാൻ ശ്രമിക്കും, കുറേ തമാശകളൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഐ ജെനുവിൻലി അപ്രീഷിയേറ്റ് ദി എഫേർട്ട് ദേ ആർ ടേക്കിംഗ്. പക്ഷേ എനിക്ക് പറ്റില്ല അത്ര പെട്ടെന്ന് നല്ല മൂഡിലേക്ക് പോവാൻ. സീരിയസ്ലി ഞാനും ഈ പറയുന്ന പോലെ ഒരാൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പറയുമ്പോഴാണ് അതിൽ നിന്നും നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ നന്ദ ഒരു നല്ല റീഡറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വായിക്കാൻ ഇഷ്ടമാണ്. എനിക്കും അതുപോലെ വായിക്കാൻ ഇഷ്ടമാണ്. ചില പുസ്തകങ്ങളുണ്ട് നമുക്ക് വായിക്കും. ഞാൻ ആ പുസ്തകം ഏതാണെന്നും കൂടി പറയാം. ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങൾ. ഓ മൈ ഗോഡ്, ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ പുസ്തകം വായിച്ചു അതിൻ്റെ അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഇല്ലേ, ഓ ഇതിൽ നിന്നും പുറത്തിറങ്ങണമല്ലോ എന്നുള്ളൊരു ഫീല് നമുക്കില്ലേ. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഭയങ്കര സങ്കടം. ഇതിങ്ങനെ ഓരോ ദിവസവും ഇത് വായിക്കണോ എന്ന് ചോദിച്ചാൽ വായിക്കണം, അതിൻ്റെ എന്താണെന്ന് അറിയണം. തീർന്നല്ലോ, ആ കഥയിൽ നിന്ന് നമ്മൾ പുറത്തു പോയല്ലോ, എന്തോ ആരോ നമ്മളെ വിട്ടിട്ട് പോകുന്ന ഒരു ഫീലൊക്കെ ആയിരുന്നു. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി അതിൻ്റെ അകത്തുനിന്ന് പുറത്ത് കടന്നിട്ട് പിന്നെ ഞാൻ നോർമൽ ലൈഫിലേക്ക് ഞാൻ തന്നെ വിചാരിച്ചു, ഭഗവാൻ ഇനി എനിക്ക് വട്ടെങ്ങാനാണോ ഭ്രാന്താണോ അങ്ങനെയൊക്കെ തോന്നിപ്പോയൊരു തോന്നിയല്ലേ. എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. ഞാൻ പണ്ട് എൻ്റെ നാട്ടിൽ ചിറ്റമാരുടെ ഒക്കെ കൂടെ കുറച്ച് ദിവസം നമ്മൾ തെയ്യത്തിനും ഇങ്ങനെയൊക്കെ വെക്കേഷനായി കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വരണമല്ലോ. അപ്പോൾ ഈ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് വീട്ടിലിങ്ങനെ വെക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര വരുന്നൊരു സങ്കടം. അതായത് നമുക്ക് ഇവരോടൊക്കെ കെട്ടിപ്പിടിച്ച് ബായ് പറയണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷേ പറ്റുന്നില്ല. ബിക്കോസ് ആ ഒരു സംഭവം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതേ ഉള്ളൂ. ലൈക്ക് നമ്മൾ പോവുകയാണ്, ഇനി കുറേ നാൾ കഴിഞ്ഞിട്ടേ ഇങ്ങടേക്ക് വരുള്ളൂ. കാരണം അത്രയും ദിവസം ഷെയർ ചെയ്തൊരു സംഭവം എല്ലാവരും പോവുക, പതുക്കെ ഓരോരുത്തർ ബാഗ് എടുത്ത് പോകുമ്പോൾ അവസാനം നമ്മൾ മാത്രം ഇങ്ങനെ ലെഫ്റ്റ് ഔട്ട് ആവും. നമ്മൾ മാത്രമേ ഇനി പോകാനുള്ളൂ ആ വീട്ടിൽ നിന്ന്. അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ച് ഞാൻ കുറേ ദിവസം ഇവിടെ തിരിച്ച് എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കരയും. എത്ര നാളിരുന്ന് കുറേ ഒരാഴ്ചയൊക്കെ ഇരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മ ഇങ്ങനെ ഇടയ്ക്ക് അമ്മൂമ്മേനെയും പിന്നെ അവിടെ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അപ്പോൾ അവളേക്ക് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരായിരുന്നു പണ്ട്. ഇപ്പം ഞാൻ കുറച്ചും കൂടെ മെച്ചോർഡായി എന്നല്ല, ആ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ കേപ്പബിൾ ആയി എന്ന് വേണേൽ പറയാം. ആ ഫീലിംഗ് എപ്പോഴും പോവില്ല. ഈ പറഞ്ഞ പോലെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെയാണ്. എൻ്റെ അമ്മയ്ക്ക് അറിയാം ഒരു കുറച്ച് സമയം എടുക്കും ഞാനത് ഓക്കെ ആവാൻ. എന്തെങ്കിലും പുസ്തകം വായിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അമ്മ വായിച്ചു കഴിഞ്ഞു, അതിൻ്റെ പ്രശ്നം. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ ഓക്കെ അല്ലേ കുട്ടി, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചു അവസ്ഥയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയാം ഒരു ബുക്ക് വായിച്ചതിൻ്റെ കുഴപ്പമില്ല. ഇപ്പം അവർ യൂസ്ഡാണ്. അതേപോലെ ഒരു ബുക്ക് വായിച്ചാൽ അപ്പോൾ എനിക്കിങ്ങനെ എഴുതാനായിട്ട് വന്നാലും ഇതേ അവസ്ഥയാണ്. അപ്പോൾ ആരും സംസാരിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവിടുത്തെ റൂംമേറ്റ്സിന് ഇപ്പം എന്നെ ഏറെക്കുറെ അറിയാം. അപ്പം എന്നോട് ചോദിക്കും എഴുതാനിരിക്കുവാണോ? അതെ തോന്നി, ആ ഇരിപ്പും മട്ടും കണ്ടപ്പോഴത്തേക്കും തോന്നി. അപ്പം ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. ഇപ്പം നമുക്ക് നമ്മളെ ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഈ ഫ്ലീബാഗ് കണ്ടിട്ടുണ്ടോ? ഫീബി വോളർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ പ്രൈമിൽ, ആമസോൺ പ്രൈമിൽ ഒരു സീരീസാണ്. അതിലത്തെ ഭയങ്കര ഹാർട്ട് റെഞ്ചിങ് സീരീസ്. ഞാനിങ്ങനെ കണ്ടിട്ട് കുറേ നാളെടുത്തു എനിക്ക് അതിൻ്റെ ഗ്രീഫിന്ന് പുറത്ത് കിടക്കാനായിട്ട്. ഞാൻ പറയുന്നില്ല, കഥ കണ്ടോ? അതിലത്തെ റൈറ്റർ തന്നെയാണ് അതിൽ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്, ഫീബി വോളർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫീബി വോളർ ബ്രിഡ്ജ് ഇങ്ങനെ എഴുത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കോട്ട് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട്, വി റൈറ്റ് ടു ടേസ്റ്റ് ലൈഫ് ട്വൈസ്. റൈറ്റ് ടു ടേസ്റ്റ് ലൈഫ് ട്വൈസ്. ഞാനിങ്ങനെ അത് കേട്ടിട്ട് അതിൽ ഞാൻ കുറേ നേരം ഇരുന്നു. എനിക്ക് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഞാനവിടെ ഇരുന്ന് പോകും കുറച്ച് നേരം. ഇങ്ങനെ എന്ത് ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കോട്ടാണ്, ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ട്. അതെ, വളരെ സിമ്പിളാണ് ബട്ട് യെറ്റ് സോ പവർഫുൾ. ഓ മൈ ഗോഡ്.
നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് വ്യതിചലിച്ചു പോവാണ്. നമ്മൾ ഉദ്ദേശിച്ചത് പാട്ട് വന്നപ്പോഴേ പറഞ്ഞു ഇത് ഫുൾ ഓഫ് മ്യൂസിക് ആയിരിക്കണം. അതെ അതെ അതെ, മ്യൂസിക് ആയിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ സാറില്ല, പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും. കാരണം ഇതുപോലെ കുറച്ച് ഭ്രാന്തുള്ള ടീം ഉണ്ടാവുമല്ലോ. ഉണ്ടാവും ഉണ്ടാവും. അവർക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഒരു പാട്ടാവാം. യെസ്, അല്ലേ? ഇനി ഏതാ കുറച്ച് പാട്ടെന്നറിയോ? പാട്ട് പാടാൻ പറയണോ? ഓക്കെ, പാട്ട് പാടാനാ. അഴകായി പൂക്കുന്നത്. യെസ്, ഡെഫിനറ്റ്ലി. கடவுளின் கனவில் இருவரும் இருப்போமே, கவிதையின் வடிவில் வாழ்ந்திட நினைப்போமே, இருவரும் நடந்தால் ஒரு நிழல் பார்ப்போமே, ஒரு நிழல் அதிலே இருவரும் தெரிவோமே, சில நேரம் சிரிக்கிறேன், சில நேரம் அழுகிறேன் உன்னாலே, அழகாய் பூக்குதே சுகமாய் தாக்குதே, அடடா காதலின் சொல்லாமல் கொள்ளாமல் உள்ளங்கள் பந்தாடுதே, அழகாய் பூக்குதே சுகமாய் தாக்குதே, அடடா காதலின் சொல்லாமல் கொள்ளாமல் உள்ளங்கள் பந்தாடுதே. താങ്ക് യു, താങ്ക് യു. ഇത് രസമല്ലേ ഈ പാട്ട്? പിന്നെ ഭയങ്കര രസമാണ്. നല്ല നോട്ട്സാണ് ഇതിൻ്റെ. ഇഷ്ടമുള്ള എൻ്റെ ഇഷ്ടപ്പെട്ട ആ വരി മുതലാ സ്റ്റാർട്ട് ചെയ്തു. എനിക്കറിയായിരുന്നു. ഐ ന്യൂ. നമ്മളിപ്പം സരിഗമപ, പിന്നെ അതേപോലെ സ്റ്റാർ സിംഗർ, ഒരുപാട് വലിയ വലിയ സിംഗേഴ്സിനെ പരിചയപ്പെട്ടു അല്ലേ? അത് ഇപ്പോൾ സ്റ്റാർ സിംഗറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോർ ദാൻ 1 year. അതെ അതെ, 1.5 കൊല്ലം ഉണ്ടായിരുന്നു. 1.5 വർഷം ഉണ്ടായി. അപ്പോൾ അവരുമായിട്ട് കുറച്ചും കൂടി അധികം അറ്റാച്ച്ഡ് ആവാനായിട്ട് പറ്റിയില്ല അല്ലേ? അപ്പോൾ ഒരുപാട് എന്താ പറയുക, അവരിൽ നിന്നും പഠിച്ച സ്റ്റേജ് ലെസൺസ് ഉണ്ടാവില്ലേ? അതായത് കുറേ ഉണ്ട്. ഇപ്പോൾ ഓരോ ജഡ്ജസ്സുമായിട്ട് എടുക്കുകയാണെങ്കിൽ ചിത്ര ചേച്ചി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ദ ലെവൽ ഓഫ് അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് ഡെഡിക്കേഷൻ ഷീ ഹാസ്. ഭയങ്കര അത്രയും മെറ്റിക്കുലസ് ആയിട്ടാണ് ഓരോ പരിപാടിക്ക് മുന്നേയും റിഹേഴ്സൽ ചെയ്യുന്നതും, ലിറിക്സ് നോക്കി ഇപ്പോഴും ലിറിക്സ് നോക്കി നൊട്ടേറ്റ് ചെയ്തിട്ട് ബ്രെത്ത് എവിടെ എടുക്കണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലം കഴിഞ്ഞാൽ എത്ര ബാർ കഴിഞ്ഞിട്ടാണ് അത്ര നെക്സ്റ്റ് പാര തുടങ്ങുന്നത് എന്നൊക്കെയുള്ളത് ഭയങ്കര കൃത്യമായിട്ട് ഡീറ്റെയിലോടെ ചിത്രശേഷി ഇപ്പോഴും എഴുതിയെടുക്കും. ഈവൻ ദോ എത്ര വർഷമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണെങ്കിൽ പോലും അത് എന്താ പറയുക, നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നും ആ ഒരു സംഭവം കാണുമ്പോൾ. പിന്നെ വേറെ പറയുകയാണെങ്കിൽ സിത്താര ചേച്ചി പറഞ്ഞ പോലെ ഐ തിങ്ക് മലയാളം സിനിമ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഭയങ്കര വ്യത്യസ്തമായ ഒരു ഡിഫറെൻറ്റ് ടോണിലുള്ള സിംഗറായിട്ട് വന്നത് ആദ്യമായിട്ട് എനിക്കൊന്ന് സിത്താര ചേച്ചി ആയിരിക്കും. അതിനു മുന്നേ നമ്മുടെ മഞ്ചരി ചേച്ചി ഉണ്ട്. പക്ഷേ മഞ്ചരി ചേച്ചിയുടെ ആണെങ്കിലും വളരെ നമുക്ക് സ്വീറ്റ് ആയിട്ട് നമുക്ക് തോന്നും. സിത്താര ചേച്ചിയുടെയും സ്വീറ്റ് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് സോ ബോൾഡാണ്, ഭയങ്കര ബോൾഡാണ്. ആൻഡ് ഭയങ്കര ഒരു ബേസ് ടോണിൽ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഒരു ടോണൽ ക്വാളിറ്റി ഉണ്ട് സിത്താര ചേച്ചിയുടെ ശബ്ദത്തിന്. അപ്പോൾ അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആവുന്ന പലവരുണ്ട്. ബിക്കോസ് നോട്ട് എവ്രിബഡി ഹാസ് ദ സെയിം വോക്കൽ ടെക്സ്ചർ അല്ലെങ്കിൽ വോയിസ് ടോണും ടെക്സ്ചറും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഈ പണ്ടത്തെ ജാനകി അമ്മ, സുശീല അമ്മ, അല്ലെങ്കിൽ സുജാത ചേച്ചി, ചിത്ര ചേച്ചി, ഇവരുടെയൊക്കെ ഒരു വോക്കൽ റേഞ്ചൊന്നും എല്ലാം മാറി നിന്ന് വേറിട്ട് നിന്നൊരു ടോണാണ് സിത്താര ചേച്ചിയുടെ. സോ ആ കാര്യത്തിൽ ദ ഫാക്ട് ദാറ്റ് ഷീ ടുക്ക് സോ മച്ച് എഫേർട്ട് ഇൻ ടു ബിൽഡിങ് ഓൺ ദാറ്റ്, എന്താ പറയുക, ഒരു യുണീക്നെസ്സും ഇൻഡിവിജ്വാലിറ്റി ഉള്ളൊരു ടോണൽ സിംഗറായിട്ടും പിന്നെ വളരെ പൊളിറ്റിക്കലായിട്ടും ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കിലൂടെയും പറയുന്നതിലൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം മ്യൂസിക് എന്ന് പറയുന്നത് സിനിമയിലോട്ട് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സംഭവമല്ല. ഇറ്റ് ഷുഡ് ബി എൻ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ് അല്ലെങ്കിൽ ആർട്ട്, സമൂഹത്തിലേക്ക് തുറന്ന ഒരു വാതിൽ തന്നെയാണ്. എക്സാക്ട്ലി. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ മ്യൂസിക്കിലൂടെ അത് വളരെ എവിഡൻ്റ് ആണ്.
പിന്നെ പറയാനുള്ളത് വിധുചേട്ടനാണെങ്കിൽ ദ വേ ഹി ഹാൻഡിൽ സ്റ്റേജ്, ദ പീപ്പിൾ എല്ലാം വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര നമ്മൾ കണ്ട് നിൽക്കേണ്ട ഒരു സാധനം തന്നെയാണ്. സോ ദാറ്റ്സ് കറക്റ്റായിട്ട് എന്താ എവിടെ പറയണം, ഒരു ഗുഡ് സിംഗർ എന്നതിലുപരി കൗണ്ടറിന്റെ കിടിലൻ സിംഗറാണ്. ഈ പറഞ്ഞ കുറേ പേര് പറഞ്ഞ കേൾക്കാം, മറ്റേ ഇത് മെലഡൈൻ വിഴുങ്ങിയിട്ടാണ് വിധുചേട്ടൻ പാടുന്നത്. അത്രയും ക്ലിയർ, അത്രയും കറക്റ്റായിട്ടാണ് പുള്ളി പാടാറ്. വോക്കൽ അതെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൽബമാണ്. അതിന്റെ വിഷ്വൽസ് ആണെങ്കിലും ചേട്ടന്റെ ശബ്ദമാണെങ്കിലും പാടി വെച്ചിരിക്കുന്നതാണെങ്കിലും ഒരാൾക്കും അതിനെ മറികടക്കാൻ പറ്റാത്ത രീതിയിൽ അത് അവിടെ വെച്ചിട്ടുണ്ട്. ആരും ഇനി അങ്ങോട്ടേക്ക് വരണ്ട, പറ്റില്ല എന്നുള്ള രീതിയിൽ. അതേപോലെ കവിത കേൾക്കാൻ ഇഷ്ടമാണോ? കവിത ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതായത് ഈ കലോത്സവത്തിനും കോമ്പറ്റീഷൻസിനും വേണ്ടിയിട്ട് പാടാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ കവിത വായിക്കുന്നത് കുറവാണ്. ഇതുപോലെ ഒരു ലൂപ്പിൽ പെട്ട അവസ്ഥയാ ഉണ്ടാക്കുന്ന ആ കവിതയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത ഒരു കവിതയാണ് NN കക്കാടിന്റെ സഫലമീ യാത്ര. ഞാൻ കേട്ടിട്ടുണ്ടോ? ജി വേണുഗോപാൽ പാടിയത് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് വലിയ പരിചയമില്ല. ഞാൻ ഈ കവിതകൾ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഒരു മ്യൂസിക്കാലിറ്റി വേണം. അത് കേട്ടോ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഡെഫിനറ്റ്ലി. ഇതുപോലെ അതിൽ പെട്ടുപോകും. അത്ര രസം, അസാധ്യമായിട്ട് പാടിയിട്ടുമുണ്ട്. ലിറിക്സ് ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലിറിക്സ് ആയിരിക്കും. അപ്പോൾ കേട്ട് നോക്കണം, എന്നിട്ട് പറയണം. കേൾക്കാം. ഇതിപ്പം ഞാൻ ഇനി പറയാൻ പോകുന്നത് സ്വന്തം ജീവിത അനുഭവങ്ങളെ മുൻനിർത്തിയിട്ടാണോ ഈ ഓരോ പാട്ടുകൾ എഴുതുന്നത്? ഇതുവരെ ഇതിപ്പോ ഞാൻ പറഞ്ഞു ടൈലർ സ്വിഫ്റ്റിനൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ അല്ലെ? അതുപോലെയാണല്ലോ എഴുതുന്നത്. ടൈലർ സ്വിഫ്റ്റിന്റെ ഫുൾ അനക്ഡോട്ടലും ആയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഇമാജിനേഷൻ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നോ ബോഡി നോ ക്രൈം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. നോ ബോഡി നോ ക്രൈം. ഒരു അതിൻ്റെ ലിറിക്ക് ഞാൻ പറഞ്ഞു. അതിൻ്റെ കഥ ഇതാണ്. ദ പ്ലോട്ട് ഓഫ് ദ സ്റ്റോറി അല്ലെങ്കിൽ ആ സോങ് എന്ന് വെച്ചാൽ, അവളുടെ ഫ്രണ്ട് അവളുടെ ചീറ്റിംഗ് ഹസ്ബൻഡിനെ പറ്റി അവളുടെ അടുത്ത് വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഫ്രണ്ടിനെ കാണാതെ ആവുന്നു. നെക്സ്റ്റ് ഡേ ദിസ് മിസ്ട്രസ്, ഈ ഹസ്ബൻഡും ആ ചീറ്റ് ചെയ്ത പുള്ളിക്കാരൻ മിസ്ട്രസ്സും ആ പുതിയ വീട്ടിലേക്ക് അവളുടെ ഫ്രണ്ട് താമസിച്ചിരുന്ന ആ വീട്ടിലേക്ക് മിസ്ട്രസ്സായിട്ട് വരുന്നു. ആൻഡ് ഷീ ഈസ് നറേറ്റിംഗ് ദ സ്റ്റോറി. ആൻഡ് ദ നെക്സ്റ്റ് ഡേ ദ മിസ്ട്രസ് ഫയൽസ് എ കംപ്ലയിൻറ്റ് ദാറ്റ് ദ ഹസ്ബൻഡ് ഹാസ് ഗോൺ മിസ്സിങ്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും അവസാനം എന്താ പറയുക, ഇവൾ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനൊരു എന്താ പറയുക ഫാമല്ല, ഒരു ക്യാബിനൊക്കെ ഉണ്ടായിരുന്നു, എനിക്കതുകൊണ്ട് തുഴയാനൊക്കെ അറിയാം ഇൻ ദ ലേക്ക്. സോ ഞാൻ അതായത് ഇൻ ദി എൻഡ് ഷീ സേയിങ് ദാറ്റ് ഹീ ഡൈഡ് ബിക്കോസ് ഷീ കിൽഡ് ഹിം. ടൈലർ സ്വിഫ്റ്റ് കിൽഡ് ഹിം ബിക്കോസ് ഹീ കിൽഡ് ഹെർ ഫ്രണ്ട്. അപ്പം അങ്ങനെ ഒരു ബിക്കോസ് ഓഫ് ദ ഡേ ഹീ ഡൈഡ് എന്ന് പറഞ്ഞിട്ടാണ് ആ സോങ്ങിൻ്റെ ഏറ്റവും അവസാനം. സോ ദാറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. അതുപോലെ വേറെയും കുറേ ഉണ്ട്. ലാസ്റ്റ് ഗ്രേറ്റ് അമേരിക്കൻ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ട്, അതായത് റോഡ് ഐലൻഡിലെ ടൈലർ സ്വിഫ്റ്റിൻ്റെ ഒരു മാൻഷൻ, മുന്നേ അവിടെ താമസിച്ചിരുന്ന ഒരു സോ കോൾഡ് ക്രേസി ആയിട്ടുള്ളൊരു പെണ്ണിൻ്റെ കയ്യിൽ നിന്നാണ് അവൾ കൈമാറി ജനറേഷൻസോളം കൈമാറി വന്നേക്കുന്നത്. ആൻഡ് നൗ ദാറ്റ് ഷീ ഈസ് ദ ക്രേസി ലേഡി. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ കുറേ നല്ല രസമുള്ള ലിറിക്കും ഉണ്ട്. എല്ലാം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ലിറിക്സ് ആണ്. എല്ലാം വളരെ പോയിന്റ് ടു ദ പോയിന്റ്, ഭയങ്കര രസമുള്ള ലിറിക്സ് ആണ് ടൈലർ സ്വിഫ്റ്റിൻ്റെ. പിന്നെ ഞാൻ നന്ദയുടെ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ റീസെൻ്റ് ആയിട്ട് കണ്ടപ്പോൾ അതിൽ ദ ഡെത്ത് ഓഫ് ജനുവരി അത് രസമായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഫോർ സജസ്റ്റിംഗ് ദാറ്റ്. ആ ചേട്ടന് വൈശാഖ് സോമനാഥ് എന്ന് പറഞ്ഞ ചേട്ടനാണ് അതിന് മ്യൂസിക് ചെയ്തിരിക്കണേ. അപ്പോൾ ആളുടെ ഒരു റീസെൻ്റ്ലി ഒരു തമിഴ് മൂവി ആൾ മ്യൂസിക് ഡയറക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്, ഓ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ട്. അതിൽ ശക്തിശ്രീ മാമിൻ്റെ കൂടെ ഞാൻ ഒരു OST പാടിയിട്ടുണ്ട്. എല്ലാവരും കേട്ട് നോക്കും. തീർച്ചയായിട്ടും കേൾക്കാം. ഇനി നമുക്കൊരു സെഷനിലോട്ട് പോകാം, ഒരു കുഞ്ഞു സെഷൻ. ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഈ ഒരു സെഷൻ. കാരണം
സ്വിച്ച് ദ ഇമോഷൻ. സ്വിച്ച് ദ ഇമോഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് ഇമോഷൻസ് നന്ദയോട് പറയും. നന്ദ അതിന് ഫേവർ ചെയ്യുന്ന പാട്ടുകൾ പാടിയാൽ മതി. ഓക്കെ, ദ ഫസ്റ്റ് വൺ. നല്ലോണം ശ്രദ്ധിച്ചിരുന്നുണ്ടോ? This is very tough to a musician. ഓക്കെ, ആദ്യത്തേത് നല്ലൊരു ഇമോഷനാണ്, റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലവ്. कैसे बताए क्यों तुझको चाहे यारा बता ना पाए, बातें दिलों की देखो जो बाकी आके तुझे समझाए, तू जाने ना, तू जाने ना. താങ്ക് യു. എനിക്ക് വേറെ എന്താ പറയണ്ടതെന്ന് അറിയില്ല. അത് കാരണം ഞാൻ മറ്റേ രൺബീറിൻ്റെയും കത്രീനയുടെയും ഏതൊരു ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോൾ ഈ പാട്ടിനെ പറ്റി ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞപ്പോൾ അത് ഓർമ്മ വന്നു. അങ്ങനെ റിലേറ്റ് ചെയ്തു. അടുത്തത് ഫസ്റ്റ് ലവ്, ദെൻ ഹാർട്ട് ബ്രേക്ക്. എന്നോട് നീ இருந்தால் உயிரோடு நான் இருப்பேன், என்னோடு நீ இருந்தால் உயிரோடு நான் இருப்பேன். പറഞ്ഞല്ലേ, നമ്മളിപ്പോൾ ഒരു ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ, അപ്പം നമുക്ക് പ്രകടിപ്പിക്കാൻ വേർഡ്സ് ഉണ്ടാവില്ല. അസലായിട്ടുണ്ട്. അടുത്തത്, നമ്മൾ ഫസ്റ്റ് ലവിൽ നിന്ന് ഹാർട്ട് ബ്രേക്ക് കിട്ടി, പിന്നെ എന്തായിരിക്കും ആവുക സിറ്റുവേഷൻ? ആങ്കർ ആണോ? ആ, എങ്ങനെ മനസ്സിലായി? ആണ് ആങ്കർ. शाम को भूला शाम का वादा रे, शाम को भूला शाम का वादा. ഇങ്ങനെ പാട്ടിലാക്കിയിട്ട് പോണം കേട്ടോ. ആങ്കർ ആയിരുന്നില്ല അല്ലേ? അതെ, പക്ഷെ എനിക്കറിയില്ല ആങ്കർ അങ്ങനെ വരുമോ, ആങ്കർ ഈ കാര്യത്തിൽ വരുമോ എന്നുള്ളതാണ് മേ ബി. ഞാൻ പേഴ്സണലി ആ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. മാറുമായിരിക്കും. അല്ല, ആ ഒരു ആങ്കർ വന്ന് അത് സ്പോട്ടിലുള്ള ഒരു ഇതായിരിക്കും റിയാക്ഷൻ. ദെൻ അതിൽ നിന്ന് മെല്ലെ 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 നമ്മുടെ മൈൻഡ് ഇങ്ങനെ മാറി 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 അവരിതിലേക്ക് മാറുമായിരിക്കും. പിന്നെ പറയാം, അപ്പം അതിൽ നിന്ന് പിന്നെ വരുന്നതാണ് ആ ഒരു സാഡ് വരട്ടെ. ഇനി സാഡാണോ? വേണം. പല നാളലഞ്ഞ മരു യാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്കു മുമ്പിലിതളാർന്നു നീ വിരിയാനൊരുങ്ങി നിൽക്കയോ, വിരിയാനൊരുങ്ങി നിൽക്കയോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ നന്ദയോട് പാടിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ച പാട്ടാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ അതിമനോഹരമായ വരികൾ. യെസ്, ഭയങ്കര കിടിലൻ ലിറിസിസ്റ്റാണ്. പിന്നല്ലേ, ഓ, ഭയങ്കര സ്പോണ്ടേനിയസ് ലിറിസിസ്റ്റ് ആണെന്ന് ഞാൻ കുറേ പല ആൾക്കാരുടെ ഇൻ്റർവ്യൂസിൽ കണ്ടിട്ടുണ്ട്. ട്യൂൺ കൊടുത്ത സ്പോട്ടിൽ അതുപോലെ തന്നെയല്ലേ ബി കെ ഹരിനാരായണൻ ചേട്ടൻ സ്പോട്ടിൽ കിട്ടും. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെ ഒരാള് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന ആ ഒരു ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു എറ തന്നെ ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഇത്രയും കാലത്തിന് ശേഷവും സ്റ്റിൽ ആള് അലൈവ് ആണ് ത്രൂ ദി സോങ്സ്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഭയങ്കര റിലേറ്റബിൾ, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ലിറിക്സ് പക്ഷെ പെട്ടെന്ന് കൊള്ളുന്ന ലിറിക്സ്, കൊള്ളിക്കുന്ന ലിറിക്സ് എഴുതുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് മലയാളത്തിൽ പൊതുവെ ഒരു ഫീമെയിൽ പോയിന്റ് ഓഫ് വ്യൂന്ന് നല്ലൊരു ലിറിക്ക് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. കുറേ ഉണ്ട്, ബട്ട് സ്റ്റിൽ വളരെ
കാവ്യാത്മകമായി അല്ലെങ്കിൽ ആ ഒരു ഫീമെയിൽ സൈക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമോഷൻസിനെ ഭയങ്കര വൃത്തിയായിട്ട് അല്ലെങ്കിൽ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് മറ്റേ വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ. അതുപോലെ ആരോ വിരൽ മീട്ടി. ആരോ വിരൽ, അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. ആരോ വിരൽ മീട്ടിയാണോ വിരൽ നീട്ടിയാണോ എന്നുള്ളതിനൊരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതെ, മൺവീണ ആയതുകൊണ്ട്. പക്ഷെ വിരൽ നീട്ടിയിട്ട് വായിക്കാതിരുന്നതും ആവാം, അങ്ങനെ പല ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട്. ഭയങ്കര രസമല്ലേ അങ്ങനത്തെ കോൺട്രവേഴ്സീസ് വരുമ്പോൾ. വിരൽ മീട്ടി തന്നെയല്ലേ, വിരൽ മീട്ട് തന്നെയല്ലേ, വീണയിൽ വിരൽ മീട്ട് തന്നെയല്ലേ, വിരൽ മീട്ട്, വീണയിൽ വിരൽ മീട്ട് എന്നാ നമ്മൾ പറയാ. പക്ഷെ ഞാൻ ആലോചിച്ചത് മൺവീണയിലാണ്. എന്തൊരു വരികളാണല്ലേ. അതെ അതെ. പിന്നെ വേറെ ഉണ്ട്, വിരൽ നീട്ടിയാണെങ്കിൽ ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീ, അതായത് വീണ വായിക്കാൻ വേണ്ടിയിട്ട് വിരൽ നീട്ടി ഇങ്ങനെ നമ്മൾ ജസ്റ്റ് സ്ട്രെച്ച് ചെയ്തു, പക്ഷെ വായിച്ചില്ല. അതിനായിട്ട് ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. അങ്ങനെയുണ്ട്. ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് ഈ പാട്ടില് ഈ വരികൾ വരുമ്പോൾ. ഇറ്റ് ഗിവ്സ് എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് അല്ലേ. രണ്ട് വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് അത് ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവും ഡിഫറെൻ്റ് ആണല്ലോ. ഞാൻ എന്ത് ചിന്തിക്കുന്നു, ഒരു പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു പാട്ടിലെ സീൻസിന് ഉപരിയായിട്ട് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വിഷ്വൽസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നന്ദയുടെ മനസ്സിലൂടെ പോകുന്നത് വേറെ ആയിരിക്കും. നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മൊമെന്റ്സ് ആയിരിക്കും. അല്ലേ, രസമാണ്, ഭയങ്കര രസമാണ്. ആർട്ട് എന്ന് പറയുന്നത് കുറേ പേരിങ്ങനെ പറയും ആർട്ട് ബ്യൂട്ടി അല്ലെങ്കിൽ ഭംഗി, സൗന്ദര്യമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. പറയുമ്പോൾ സൗന്ദര്യം എന്താണ്, നമുക്ക് എല്ലാവർക്കും കണ്ണിന് കുളിർമേകുന്നു. നമുക്ക് എല്ലാവർക്കും അല്ല, ഓരോരുത്തർക്കും. ബ്യൂട്ടി ലൈസ് ഇൻ ദി ഐസ് ഓഫ് ദ ബിഹോൾഡർ. നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്നുള്ള രീതിയിലിരിക്കും. അപ്പം അത് ഭയങ്കര ഇൻ്റർപ്രിറ്റേഷൻസിന് വളരെയധികം സ്കോപ്പുള്ളൊരു സംഭവമാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എന്താ പറയുക എക്സ്ക്ലൂസീവ് ടു വൺ പേഴ്സൺ. അത് നമുക്ക് പലവർക്കും പലതാണ്, പലതും അതിൽ നമ്മൾ ആ ഒരു ആർട്ടിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി കിടക്കുന്നത്. രസമാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ, കുറേ ഉണ്ട്. കല അല്ലെങ്കിൽ ആർട്സ് ആൻഡ് ദ സയൻസസ്, ഇപ്പോൾ രണ്ടിനെയും വേർതിരിച്ച് കാണുന്നുണ്ട്. ഇപ്പോൾ മാത്തമാറ്റിക്സ്, സയൻസ് ഒരു ഡിഫറെൻറ്റ് മേഖലയായിട്ടും ആർട്സിനെ വേറൊരു ഡിഫറെൻറ്റ് മേഖലയായിട്ടും. പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് ഇതിനെ അറിയണമെങ്കിൽ ആർട്ടിനറിയണം, ആർട്ടിനറിയണമെങ്കിൽ മാത്സും അല്ലെങ്കിൽ സയൻസും നമുക്ക് ആവശ്യമാണ്. ബിക്കോസ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിലാണെങ്കിലും വെസ്റ്റേൺ മ്യൂസിക്കിലാണെങ്കിലും എന്തിലും മാത്ത് ഇസ് വെരി മച്ച് ഇൻവോൾവ്ഡ്. ഇപ്പോൾ ഞാൻ ഒരു കീർത്തനം പാടിയിട്ട് ഇപ്പോൾ കീനോട്ട്സിൻ്റെ ഉണ്ട്, പിന്നെ ഒരു താളവട്ടത്തിൽ തീർക്കുക. ഇപ്പം നമ്മൾ മനോധർമ്മ സ്വരം, അതായത് നമുക്കിഷ്ടമുള്ള സ്വരങ്ങൾ പാടിയിട്ട് അവസാനം താളത്തിൽ കൊണ്ടുവരാം. ഇപ്പം നകുമോ മോഗനലേ നീനാജാലി തെലിസേ, ഞാൻ ഏതെങ്കിലും സ്വരം പാടാൻ പപ്പാമ പപ്പാമ ഗമ പപ്പാമ നിസ നിസ സഗ സഗ മ ഗമ ഗമ പമ പമ പനി നിസ മഗരി സനി ദ പമ ഗരി സനി സ ഗമ പമ നക്കുമോ. അപ്പം ഈ താളത്തിൽ വീഴണം. സോ യു നീഡ് ടു നോ ദ മാത്ത് ഇൻ ഓർഡർ ടു സിങ് ഇറ്റ് പെർഫെക്റ്റ്ലി. അപ്പം അത് ഇപ്പുറത്തെ ഭാഗത്തുള്ളൊരു സംഭവം ഇല്ലാണ്ട് ഇത് നടക്കില്ല. ആൻഡ് ടു അപ്രീഷിയേറ്റ് വാട്ട് വി ഹാവ് ലേൺഡ്, അതായത് ഈ സയൻസും മാത്തിലൂടെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യന്മാരെയും അല്ലെങ്കിൽ നേച്ചർ എല്ലാത്തിനെയും നമ്മൾ ക്ലോസറായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണല്ലോ ഈ പറയണ മാത്ത് അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ സ്റ്റെം ആസ് എ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മൾ അതിൽ കൂടുതൽ ആൾക്കാരെ അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഹോളിസ്റ്റിക്കലി ചിന്തിക്കുമ്പോൾ ആർട്ട് ഈസ് ഓൾസോ ഡൂയിങ് ദ സെയിം. ദാറ്റ് ഈസ് യു ആർ ഡിഗിങ് ത്രൂ വെരി ഡിഫിക്കൾട്ട് ഇമോഷൻസ്, അതിനെ ആൾക്കാരിലേക്ക് എത്തിക്കുക, ആൾക്കാരിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, കൂടുതൽ അറിയാൻ പറ്റുക. ഇറ്റ്സ് ബോത്ത് ഡൂയിങ് ദ സെയിം തിങ്. എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഭയങ്കര രസമുള്ളൊരു ടോപ്പിക്കാണിത്. സംസാരിച്ചിരുന്ന കുറേ ഉണ്ടാവും, അങ്ങോട്ട് നീണ്ടു പോകും. പിന്നെ നമ്മുടെ ആ ഒരു സെഷനിലെ അവസാനത്തേത് പീസ് ഓഫ് മൈൻഡ്. ഒരു ദൈവം തந்த പൂവേ കണ്ണിൽ തേടലിന്ന തായേ, ഒരു ദൈവം തந்த പൂവേ കണ്ണിൽ തേടൽ എന്ന
അപ്പോൾ ആ സെഷൻ അവിടെ കംപ്ലീറ്റ് ആയി. ഏന്നോ അല്ല, ആ മൂടിന്ന് പുറത്ത് നല്ലൊരു പാട്ട്. ഇനിയിപ്പോൾ പ്രണയിച്ച് തോറ്റുപോയവർക്കും സ്റ്റിൽ പ്രണയിക്കുന്നവർക്കുമായിട്ട് നമുക്ക് മുൻപേ വാന്ന് പാടാം. യെസ്. பூவைத்தாய் பூவைத்தாய் நீ பூவைக்கோர் பூவைத்தாய் மனம் பூவைத்து பூவைத்து பூவைக்குள் தீ வைத்தாயோ. കറക്റ്റ് പോർഷനിൽ കൊണ്ടെത്തിച്ചു. അവിടെ നിന്ന് തന്നെ പാടി. ഇപ്പോഴത്തെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാം ടെക്നോളജി ബേസ്ഡ് ആണല്ലേ. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഓട്ടോ ട്യൂൺ ഇല്ലാതെ, അതായത് ടെക്നോളജി സപ്പോർട്ട് ഇല്ലാതെ റോ ആയിട്ട് പാടാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിന് നന്ദ എങ്ങനെയാണ് കാണുക? അതായത് ഈ ടെക്നോളജിയുടെ യാതൊരു സപ്പോർട്ടും ഇല്ല, എന്നിട്ടും റോ ആയിട്ട് പാടാൻ ആൾക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്ന സിറ്റുവേഷൻ. റോ ആയിട്ട് പാടാൻ പറ്റുന്നില്ല. ആ ഒരു ടെക്നോളജി സപ്പോർട്ടോട് കൂടിയാണെങ്കിൽ ഓക്കെ ആണ്. പക്ഷെ റോ ആയിട്ട് പാടാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. അങ്ങനെയാണെങ്കിൽ പാട്ട് പഠിക്കൂ. അതാണ് ഏറ്റവും നല്ലത്. ഐ മീൻ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡൂ ഫോർ യുവർ സെൽഫ് ആൻഡ് ഫോർ മ്യൂസിക്. അതായത് നിങ്ങൾക്ക് ടെക്നിക്കൽ ബ്രില്യൻസ് ഉള്ള ഒരാളാണെങ്കിൽ ദെയർ ഇസ് ഓൾവേസ് ദിസ് ഓപ്ഷൻ ഓഫ് മ്യൂസിക് പ്രൊഡക്ഷൻ. അല്ല, അതുപോലെയുള്ള ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം ഒരാൾക്ക് അഡ്വൈസ് എന്നുള്ള രീതിയിലല്ല ഞാൻ ചോദിച്ചത്. പല ആൾക്കാരും ഇപ്പൊ ഉണ്ടല്ലോ, അതായത് യൂസ് ഓഫ് ഈ പറയണ പോലെ ഓട്ടോ ട്യൂൺ ആൻഡ് മെലഡൈൻ. അത് ഒരു പരിധി വരെ ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരു ജെനുവിൻ സിംഗറിനെ സംബന്ധിച്ച് നോക്കുവാണ്, അത് ഡിഫിക്കൾട്ടാണോ, അതൊരു ബാധ്യതയാണോ? അതായത് ഈവൻ വിത്തൗട്ട് ദാറ്റ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വന്നു, അവര് അധികം ഹാർഡ് വർക്ക് ഒന്നും ഇല്ലാതെ അവർ ഈ സമൂഹത്തിൽ ഓക്കെ ഞാനൊരു നല്ല സിംഗറാണ്, എൻ്റെ കഴിവ് ഈ ഒരു രീതിയിൽ, അത് മറ്റുള്ളവരെല്ലാം കേൾക്കുമ്പോൾ അതിന്റെ ഔട്ട്കം മാത്രമേ അവർ അറിയുന്നുള്ളൂ. യെസ്, അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ പഠിച്ചിട്ടുള്ള ആൾക്കാർ അവരത്രയും അവേഴ്സ് ആൻഡ് അവേഴ്സ് ഓഫ് എഫേർട്ട് ഇട്ടിട്ടാണ് ഒരു വരി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പാടുന്നത്. ഇപ്പോൾ ഇഫ് യു ആർ എ മീഡിയോക്കർ സിംഗർ, അതായത് പാട്ടൊന്നും പഠിച്ചിട്ടില്ല, ബട്ട് ഇഫ് യു ആർ സിംഗിങ് ബ്യൂട്ടിഫുള്ളി, ദെൻ ദാറ്റ് മീൻസ് യു ഹാവ് ദ ടാലൻറ്റ് ആൻഡ് you can still learn. And even if you are not learning, if you are singing brilliantly, then you can have a career in that. അതുമായിട്ട് മുന്നോട്ട് പോവാം. അതിലിപ്പോൾ നമുക്കെന്താ പറയാനുള്ളത്? നമുക്ക് കുശുമ്പ് പിടിച്ചിരിക്കാനുണ്ടെങ്കിൽ ഇരിക്കാം എന്നല്ലാണ്ട് there is nothing to do about it. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു, എൻ്റെ അത്ര ഒട്ടും പഠിച്ചിട്ടില്ല, ഞാനും അങ്ങനെ ഭയങ്കര കർണാട്ടിക്കലി ട്രെയിൻഡ് അല്ല, ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും പഠിക്കാത്ത ഒരാൾ എന്നെക്കാളും നന്നായി പാടുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവാണ്. ഐ ഹാവ് ടു അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ, അതിൽ വേറൊന്നുമില്ല. പിന്നെ ഇഫ് യു ആർ യൂസിങ് അത്രയും ടാലൻറ്റോ അല്ലെങ്കിൽ സ്കില്ലും ഇല്ലാതെ ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്യാണ് ഈ പറയുന്ന ഓട്ടോ ട്യൂണും മെലഡൈനും വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ഓൺലി എന്താ പറയുക മേക്ക് യു ഗോ ഫോർവേഡ് സോ മച്ച്. ഒരു പരിധി വരെ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു പെർഫോം ലൈവ്. ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ യു ഹാവ് ടു ആൾക്കാരെ നേരിട്ട് ഫേസ് ചെയ്യണം, ഒരു ലൈവ് സ്റ്റേജ് ഹാൻഡിൽ ചെയ്യണം. ഇത്രയും നമ്പർ ഓഫ് ആൾക്കാരെ, ഒരു വലിയൊരു നമ്പർ ഓഫ് ആൾക്കാരെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അത്രയും വലിയൊരു ക്രൗഡിൻ്റെ ഇടയിൽ നമ്മുടെ വോക്കൽ ത്രോ ഉണ്ടാവണം. അത്രയും ഇപ്പം ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഇസ് ദ ട്രെയിനിങ്. നമ്മൾ ഓട്ടോ ട്യൂണും ഇതും വെച്ച് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും. യു ക്യാൻ ഇഫ് പോപ്പുലാരിറ്റി ഓഫ് ടൈം കഴിയുമ്പോൾ മനസ്സിലാവും. ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് പീപ്പിൾ ക്യാൻ അപ്രീഷിയേറ്റ് ദാറ്റ് ഓൾസോ, അത് മുന്നോട്ട് പോവായിരിക്കും. ബട്ട് ഒരു പോയിന്റ് കഴിയുമ്പോൾ എല്ലാ ഒരു ഫസാഡും നിൽക്കുമല്ലോ. നോട്ട് എവറിത്തിങ് ക്യാൻ ബി ആ ഒരു ഫേക്ക്. പക്ഷേ ഓട്ടോ ട്യൂൺ എല്ലാ വലിയ സിംഗേഴ്സും, ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് ആൾക്കാർ. ഇപ്പോൾ ഉള്ള മൂവീസിൽ വരുന്ന എല്ലാ സോങ്സും അല്ലെങ്കിൽ സോ കോൾ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള സോങ്സ് നമ്മൾ ഹെഡ്ഫോൺസിൽ മറ്റേ സ്പോട്ടിഫൈയിൽ ആപ്പിളിലും കേൾക്കുന്ന എല്ലാ പാട്ടുകളും, എസ്പെഷ്യലി ഈ ഒരു ജനറേഷനിൽ ഇറങ്ങുന്ന, ഈ ഒരു ഡെക്കേഡിൽ ഇറങ്ങുന്ന എല്ലാ പാട്ടുകളും യൂസസ് സം കൈൻഡ് ഓഫ് ഓട്ടോ ട്യൂൺ ഓർ മെലഡൈൻ, നോ മാറ്റർ ഹൗ ബിഗ് യു ആർ ആസ് എ സിംഗർ. ഇപ്പം ചിത്ര ചേച്ചി മുതൽ ദാസേട്ടൻ വരെ മെലഡൈനും ഇതും യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് ബിക്കോസ് ടെക്നോളജി ഹാസ് ഡെവലപ്ഡ് സോ മച്ച്. അത് മൈന്യൂട്ടായിട്ടുള്ള ചില ഹ്യൂമൻ എറേഴ്സ് പോലും അതിൽ ഭയങ്കര
പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ അത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് കാണുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സാധനം യൂസ് ചെയ്യുക. ബട്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് അതിനൊരു പരിധിയിൽ കൂടുതൽ യൂസ് ചെയ്തിട്ട് നമ്മളുടെ സിംഗിങ്ങിൽ അല്ലെങ്കിൽ മ്യൂസിഷ്യനായിട്ടുള്ള മ്യൂസിക്കലായിട്ടുള്ള ഫ്ലോസ് നമുക്ക് അതിനെ കൊണ്ട് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ജെനുവിൻ മ്യൂസിക് ഉണ്ടാവില്ലേ, ആ ഒരു ഇൻബോൺ എബിലിറ്റി, അല്ലെങ്കിൽ നമ്മൾ ത്രൂ പ്രാക്ടീസിലൂടെ നേടിയെടുത്ത ആ ഒരു അതിനെ ബ്യൂട്ടിഫൈ ചെയ്യാനാണെങ്കിൽ ഓക്കെ. യെസ്. പക്ഷെ അല്ലാതെ ഇറ്റ് വിൽ കം ടു എ പോയിന്റ് വെയർ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നമുക്ക് ഇതൊട്ടും ജെനുവിൻ അല്ല എന്നുള്ളൊരു സംഭവം. സോ അത് കഴിഞ്ഞാൽ ഇറ്റ്സ് അപ് ടു യു വെദർ യു സ്റ്റിൽ ഡിപ്പെൻഡ് ഓൺ സച്ച് ടെക്നോളജി ഓർ യു ട്രൈ ടു മേക്ക് യുവർ സെൽഫ് ബെറ്റർ ബൈ പ്രാക്ടീസ് ഓർ ലേണിംഗ് മോർ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് ഒരു കുറേ നാൾ നിൽക്കില്ല. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നല്ലൊരു സൗഹൃദ വലയുണ്ടല്ലേ സ്റ്റാർ സിംഗർ, അവിടെ നിന്ന് കിട്ടിയതാണെങ്കിലും അല്ലാതെയാണ്. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഐ മീൻ ഇപ്പോൾ ഈ ഒരു ലൈം ലൈറ്റിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ വരെ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്ന ഇൻ കേസ് ഓഫ് ഫ്രണ്ട്ഷിപ്സ്, കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് ഐ ഡോണ്ട് നോ ഇവരെത്രത്തോളം എനിക്ക് പറ്റുന്നുമില്ല. കാരണം നമ്മളൊരു സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, ദാറ്റ് മീൻസ് യു ആർ സ്പീക്കിംഗ് ടു എ വെരി ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾ. അത്രയും വലിയൊരു ഡെമോഗ്രാഫിക്കിൻ്റെ മുന്നിലാണ് നമ്മൾ നിന്ന് സംസാരിക്കുന്നതും പെർഫോം ചെയ്യുന്നതും. അപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ഡ്രെയിൻഡ് ആവും, നമ്മൾ മെൻ്റലി കുറച്ചൊരു ഡ്രെയിൻ ആവും. അപ്പോൾ എനിക്ക് മുന്നത്തെ പോലെ കുറേ ഫ്രണ്ട്സുമായിട്ട് എനിക്ക് അത്രയും എക്സ്ട്രോവേർട്ട് കൂടുതൽ പരിചയപ്പെടാനോ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് അതും കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. ആഫ്റ്റർ സം ടൈം ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തും ശരിയാവും. അതിൽ നിന്ന് കിട്ടിയ നല്ലൊരു ഫ്രണ്ടാണ് ശ്രീരാഗ്. അതെ അതെ അതെ, ശ്രീരാഗുണ്ട്. എല്ലാവരും ഞാൻ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ളത് അരവിന്ദ്, ഗോകുൽ ആൻഡ് ശ്രീരാഗിൻ്റെ ആയിട്ടാണ്. നിങ്ങളുടെ ആ ഒരു ടീം രസമാണ്. ശ്രീരാഗും ഞാനും പണ്ട് മുതലേ സ്റ്റാർ സിംഗർ മുതലേ അടികൂടിയാണ് ഞങ്ങൾ ഫ്രണ്ട്സായ. അതിന് കുറച്ചുകൂടി ആ ഒരു ബോണ്ടിങ് ഭയങ്കരമായിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഒരാളുമായിട്ട് ഭയങ്കര കണക്ട് ആവുക പറഞ്ഞാൽ അതിനർത്ഥം അവരുമായിട്ട് അടികൂടുക. അതെ അതെ അതെ, അടികൂടി കമ്പനി ആവുന്നത് ഒരു പ്രത്യേക രസമല്ലേ? അതെ അതെ അതെ, ഞങ്ങൾക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, എല്ലാ രീതിയിലും പല അഭിപ്രായങ്ങളായിരിക്കും. ഒരു കാര്യത്തിൽ പല അഭിപ്രായങ്ങളായിരിക്കും എപ്പോഴും, മോസ്റ്റ് ഓഫ് ദ ടൈം. ആൻഡ് അതിൻ്റെ ബേസിസിലാണ് ഞങ്ങൾ എപ്പോഴും അടികൂടുന്നത്. അതെ, അങ്ങനെ അടികൂടിയാണ് ഫ്രണ്ട്സ് ആവുന്നത്. ഞാൻ അവൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ട്, എനിക്ക് ആദ്യം അവനെ പരിചയപ്പെടുമ്പോൾ ഇഷ്ടമല്ലായിരുന്നു. അവനും അതുപോലെയായിരുന്നു. അവന് എന്നോട് വലിയ എന്താ പറയുക, പുച്ഛമായിരുന്നു എന്നുള്ള, പുച്ഛമല്ല, ഐ മീൻസ് അത്രയും ഒരു എന്താ പറയുക ഓക്കേഷ് ബന്ധം പോലും ഇല്ലായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ സംസാരിച്ച് അടികൂടി വന്നപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായ ഓക്കെ കമ്പനിയാവാം. കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും. അതെ, എല്ലാവരുടെ അങ്ങനെയാണ്. ഇപ്പോൾ അരവിന്ദിന് എന്നെ പണ്ട് ഇഷ്ടമല്ലായിരുന്നു. അതായത് ഞാൻ അരവിന്ദിൻ്റെ അടുത്ത് മിണ്ടില്ല. അരവിന്ദ് വിചാരിച്ച ഞാൻ ഭയങ്കര ജാടയാണ്, അഹങ്കാരിയാണ്, ഞാൻ ആരോടും അങ്ങനെ മിണ്ടില്ല. ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു എന്നോട് മിണ്ടാണ്ടിരുന്ന അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ ഭയങ്കര ഹിന്ദിയിലൊക്കെ പോയി പാടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം നമ്മളോട് അരവിന്ദ്. പക്ഷെ ഞാൻ സ്റ്റിൽ എൻ്റെ ഒരു എക്സ്ട്രോവേർട്ട് സ്വഭാവം വെച്ചിട്ട് ഞാൻ മിങ്കിൾ ചെയ്യായിരുന്നു, പക്ഷെ അത്രയും ക്ലോസ് ആവില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ സ്റ്റാർ സിംഗറിലൊന്ന് ഗ്രൂമിങ്ങിൽ ഇരുന്ന് സംസാരിച്ച് നമ്മൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വരുമ്പോഴാണ് ഓക്കെ നമ്മളുടെ ഒരു സർക്കിളിൽ പറ്റിയ ഒരാളാണ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്കും അവരുടെ ചിന്തകൾക്കും ഒരു സിമിലാരിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് ഇങ്ങനെ ആവുന്നത്. അങ്ങനെ കിട്ടുന്ന സൗഹൃദങ്ങൾ വളരെ വാല്യുബിൾ ആയിരിക്കും, വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അതെ അതെ അതെ, അത്രയോ, അതാണ് കാര്യം. ഇതിപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർ സിംഗറിൻ്റെ ആയാലും സരിഗമ പായുടെ ആയാലും വേദികളിലെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നത് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഔട്ട് മാത്രമാണല്ലോ കാണുന്നത്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ആസ് എ ലിസണർ എന്നുള്ള രീതിയിൽ നമ്മൾ അതൊന്നും അറിയുന്നില്ല. പക്ഷേ ഇപ്പം തന്നെ ഈ ഒരു
ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അവിടെ ആയാലും ലൈറ്റ് ഉണ്ട്, ഇവിടെയൊക്കെ ക്യാമറാസ് ഉണ്ട്, ചുറ്റും ആൾക്കാരുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ അവിടെ ആകുമ്പം അതിൽ ഒരുപാട് അധികം ആൾക്കാരുണ്ടാവില്ലേ, ജഡ്ജസ് ഉണ്ടാകും, കാണാനായിട്ടുള്ള ഓഡിയൻസ് ഉണ്ടാകും അല്ലേ, ക്യാമറ കൺട്രോൾ ചെയ്യാനായിട്ട്, ലൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളവിടെ കോൺഷ്യസ് ആയിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മുടെ പാട്ടിനെ ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്യുമോ? അല്ല, പാട്ടിനെ എഫക്റ്റ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള സംഭവങ്ങളുമാണ് അവിടെ ആ ഒരു എൻവയൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു സ്പോട്ട് ലൈറ്റിൻ്റെ ഒരു ടെൻഷനും, പിന്നെ ഇത്രയും വലിയ ജഡ്ജസും ഓഡിയൻസും, എത്രയോ 50 സംതിങ് ക്യാമറാസ് ആണ് അറ്റ് എ ടൈം. ഓൺലി വൺ ടേക്ക് മാത്രമേ ഉണ്ടാവൂ, ടേക്കേ ഉള്ളൂ. ആ ടേക്കിൽ തെറ്റിയാൽ തെറ്റി, പിന്നെ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റില്ല. യു വിൽ ബി ജഡ്ജ്ഡ് ഓൺ ദാറ്റ് സിംഗിൾ പെർഫോമൻസ്. അതിന് മുന്നേ ഒരു റിഹേഴ്സൽ ഉണ്ടാവും, പക്ഷേ അതും അവിടെ തന്നെ ആയിരിക്കും. ലൈക്ക് പാടുന്നതിന് തൊട്ട് മുന്നേ പകുതി വരെ പാടിക്കുള്ളൂ. അതും നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് സൗണ്ട് ചെക്കിന് വേണ്ടിയിട്ട് മാത്രമാണ്, നമ്മുടെ ഇന്നിയർ മോണിറ്റേഴ്സിലുള്ള ലെവൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റിഹേഴ്സൽ ടൈം. അത് കഴിഞ്ഞാൽ സ്ട്രേറ്റ് ടേക്കാണ്. അപ്പോൾ നമ്മുടെ പാട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും അവിടെ അറ്റ് ദ സെയിം ടൈം ഉണ്ട്. പക്ഷേ ദ ഗോൾ ഇസ് ടു സിങ് ബിയോണ്ട് ദാറ്റ്. ഹൗ മച്ച് ഇസ് ഇറ്റ് എഫക്റ്റിംഗ് യു ആൻഡ് ഹൗ മച്ച് ഡു യു എന്താ പറയുക, ഫോക്കസ് ഓൺ യുവർ മ്യൂസിക് സോ മച്ച് ദാറ്റ് നൺ ഓഫ് ദിസ് ഷുഡ് എഫക്റ്റ് യു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എളുപ്പമല്ല ഒരിക്കലും അതിന് അങ്ങനെ ഒരു ഒക്കെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ പാടുന്നു അതിലിരിക്കും. അത് ഇറ്റ്സ് മോർ ദാൻ നമ്മൾ ഫിസിക്കൽ പ്രാക്ടീസിനേക്കാൾ മെൻ്റലായിട്ട് നമ്മളൊരു പ്രാക്ടീസിലേക്ക് വരണം. ദാറ്റ് ഇതൊക്കെ ഓക്കെ, നമ്മൾ കാം ഡൗൺ ആവണം. വളരെ കാമായിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനൊരു പൊസിഷനിൽ നമുക്ക് സമാധാനമായിട്ട് പാടാൻ പറ്റുള്ളൂ. ഇവിടെ ആരും ഇല്ല, ഞാനും എൻ്റെ ഉള്ളിലെ പാട്ടും, അതെ, അങ്ങനെയായിരിക്കണം. അല്ലാണ്ട് മറ്റേ അയ്യോ ചിത്ര ചേച്ചിയുണ്ട്, അയ്യോ സിത്താര ചേച്ചിയുണ്ട്, ഇവിടെ ഇത്രയും പേര് എന്നെ ജഡ്ജ് ചെയ്യാനിരിക്കുകയാണ്, എല്ലാവരും നോക്കുന്നത് എന്നെ മാത്രമാണ്. അതെ അതെ അതെ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ദ തിങ് ഇസ് ടു തിങ്ക് അബവ് ദാറ്റ്. അതായത് ഇവരൊന്നും എന്നെ എഫക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ എനിക്ക് ആ പാട്ടിനോടുള്ള സ്നേഹമാണ് മോസ്റ്റ്ലി വാട്ട് ഫേവേഴ്സ് മീ ആൻഡ് മൈ തോട്ട്സ്. പിന്നെ ഇതുപോലെ സ്റ്റേജ് ഷോസ് ആയാലും ഇതുപോലുള്ള പ്രോഗ്രാംസ് ആയാലും അവിടെ നമ്മൾ ഓഡിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ഇപ്പോൾ റിമി ചേച്ചിയുടെ കാര്യം ഏറ്റവും നന്നായിട്ട് ഓഡിയൻസുമായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആളെയാണ്. ഏത് ക്രൂഷ്യൽ സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, പക്ഷെ ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ സ്റ്റേജിലേക്ക് ഒരു ഭയവും ഇല്ലാതെ വിളിച്ചു വരുത്തുന്നു, അവരുടെ പേര് ചോദിക്കുന്നു, ആ പാട്ടിനിടയിൽ അവരുടെ പേരിനെ ഉൾപ്പെടുത്തുന്നു, എന്നിട്ട് ഇത്രയും ഫ്രീ ആയിട്ട് പാടുന്നു. ഒരു കഴിവല്ലേ അത്? കഴിവുണ്ട്, പിന്നെ ലാക്ക് ഓഫ് ഇൻഹിബിഷൻ, പിന്നെ എക്സ്പീരിയൻസ്. ഇത്രയും നാളായിട്ട് എത്ര ആൾക്കാർ കാണുന്നതാ, എളുപ്പമല്ല ഒരിക്കലും. അതൊരു എന്താ പറയുക, സ്കില്ല് തന്നെയാണ്. അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സാധനമാണ്. എല്ലാവർക്കും എനിക്ക് തോന്നാനുള്ള അങ്ങനെ പറ്റില്ല, തീർച്ചയായിട്ടും പറ്റില്ല. ഇനി എത്ര നന്നായിട്ട് പാടുന്ന ആളാണ് സ്റ്റേജ് ഹാൻഡ്ലിംഗ് ടോട്ടലി ഡിഫറെന്റ്. ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കാര്യം തന്നെയാണ്. അതിൽ നമുക്ക് തീർച്ചയായിട്ടും റിമി ചേച്ചി അപ്രീഷിയേറ്റ് ചെയ്യാം. ഭയങ്കര ഇന്റലിജന്റും ആയിരിക്കണം നമ്മൾ. കാരണം ആരും ഇത്രയും ആൾക്കാർ നമ്മളുടെ പാട്ട് കേൾക്കാനാണ് വന്നിട്ടുള്ളത്. ഈവൻ ദോ ദേ ഹാവ് ദ പവർ ടു ഹേർട്ട് അസ്, ഇറ്റ് ഈസ് ആർ റെസ്പോൺസിബിലിറ്റി ടു നോട്ട് ഹേർട്ട് ദം ബാക്ക്. ബിക്കോസ് നമ്മളിവിടെ ഇത്രയും ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്, ഇത്രയും ആൾക്കാർ വന്ന് നിൽക്കുന്നതും ഈ ഒരാളുടെ അടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അവിടെ ഒരു ഫുൾ കമ്മ്യൂണിറ്റീനെ തന്നെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം പറയാനുള്ളത് പറയുകയും വേണം. എളുപ്പമല്ല. ലോജിക്കലി തിങ്ക് ചെയ്ത് വളരെ സെൻസിബിൾ ആയിരിക്കണം ആ ഒരു മൊമെന്റിലല്ലേ. കാരണം ആ സമയത്ത് നമ്മുടെ അടുത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ അനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി. അതെ അതെ അതെ. പിന്നെ എസ്പെഷ്യലി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ള സ്ഥിതിക്ക് വി തിങ്ക് ട്വൈസ് ബിഫോർ റിയാക്ടിങ്. ബിക്കോസ് നമുക്ക് പേടിയാണ്, നെക്സ്റ്റ് ടൈം ഇല്ലെങ്കിൽ നമ്മൾ എയറിലാവും, അങ്ങനെയൊക്കെയുള്ള പേടിയുണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ദയർ. പക്ഷേ റിമി ചേച്ചി ഹാസ് ബീൻ ഡൂയിങ് ദിസ് ഫോർ ഏജസ്, സോ ഇറ്റ്സ് ആക്ച്വലി ഒരുപാട് ഭയങ്കര പീസ് ഓഫ് കേക്കാണ് ചേച്ചിക്ക്. ഇതുപോലെയുള്ള സ്റ്റേജ് ഷോകളിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും രസകരമായ മൊമെന്റ്സ് ഉണ്ടോ ഷെയർ ചെയ്യാൻ? ഇതുപോലെയുള്ള സ്റ്റേജ് ഷോസിൽ എനിക്ക് ആക്ച്വലി ഓർമ്മ അതായത് ഞാൻ റീസെൻ്റ്ലി പാലക്കാട് ഒരു സ്റ്റേജിൽ വെച്ചിട്ട്
തെമ്മ തെമ്മ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, അത് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. റെയിൻ കം അഗൈൻ. എന്നിട്ട് ഒരു പോർഷൻ എത്തിയപ്പോഴത്തേക്കും പിച്ച് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് എനിക്ക് ഇന്നിയേഴ്സിൽ പാട്ട് വന്നത് ക്ലിയർ ആയിട്ട് കേട്ടില്ല. അപ്പം ഞാൻ വേറെ പിച്ചിൽ സ്റ്റാർട്ട് ചെയ്തു, പാട്ട് വേറെ പിച്ചിലും പോയി. ആൻഡ് ഞാനത് പകുതിക്ക് വെച്ച് നിർത്താൻ പറഞ്ഞു. ബിക്കോസ് ആ പിച്ച് മുഴുവൻ തെറ്റി പാടുന്നതിനേക്കാളും ഭേദം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തെറ്റിപ്പോയി, ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്, ടെക്നിക്കൽ ഇഷ്യൂ ഓൺ ആർ ബിഹാഫ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സമയം. അപ്പോഴത്തേക്കും ഞാനിത് പറയാൻ പോയപ്പോഴത്തേക്കും ചേച്ചി കുഴപ്പമില്ല മോളെ അങ്ങ് പൊളിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ട് അവിടെ ബാരിക്കേഡ്സ് ഒക്കെ വെച്ച് നടുക്ക് നിന്നിട്ട് ഞാൻ ആ ചേച്ചിയുടെ പേരെന്താന്നൊക്കെ ചോദിച്ചു. ചേച്ചി മൈക്കിലൂടെ പേരൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ശീല ചേച്ചിക്ക് യോ കൊടുക്ക് യോ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ദാറ്റ് വാസ് എ റിയലി ഫൺ ഇൻട്രാക്ഷൻ. അപ്പം അതൊക്കെ രസമായിരുന്നു. അങ്ങനെ 2-3 എണ്ണം ഉണ്ട്, ഓർത്തെടുക്കാൻ പറയുമ്പോൾ വരുന്നില്ല എന്നുള്ളത്. അപ്പൊ ആ ചേച്ചി ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സ്റ്റിൽ ഓർമ്മയിലുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ഹാപ്പി ആയിരിക്കും. അതെ അതെ. തെമ്മ തെമ്മ ഒന്ന് പാടിയാലോ? ഓക്കെ. പകലില്ല രാവില്ലാതെ അലയാം കൂടെ, വെയിലില്ല മഴയില്ലാതെ തുടരാം കൂടെ, ഇളമുളം തണ്ടിലെ പ്രണയവസന്തവും മഴമുകിൽ ചിന്തിലേ മഴവിൽ ചന്തവും എൻ കിന്നാരക്കാറ്റേ പൊന്നാരക്കാറ്റേ ഒന്നു പങ്കിടുവാനായി എന്നെയും കൂട്ടാമെങ്കിൽ ഞാനും കൂടാം. തെമ്മാ തെമ്മാ തെമ്മാടിക്കാറ്റേ ചുമ്മാ ചുമ്മാ ചുമ്മാതെ കാറ്റേ നീ മലമേലെ മഴമേഘത്തുടി കൊട്ടാതെ കളമുളയെ ചുംബിക്കാതെ. ജാസി ഗിഫ്റ്റ് മയം. അതെ അതെ അതെ, ഒരു എറയായിരുന്നു. ആളുണ്ടാക്കിയൊരോളം വല്ലാത്തൊരോളം. ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ്. ചില പാട്ടുകൾ ഉണ്ടാവില്ലേ, ആ ഒരു സമയത്ത് മാത്രമേ അതിന് പ്രാധാന്യം ഉണ്ടാവൂ. പിന്നെ അത് കഴിഞ്ഞ ഈ പാട്ടാണോ ഞാൻ അത്ര ഇഷ്ടപ്പെട്ടത് തോന്നിക്കുന്ന ചുരുക്കം ചില പാട്ടുകളുണ്ട്. പക്ഷെ ഇതൊക്കെ ജാസി ഗിഫ്റ്റിന്റെ ഒരു പാട്ടും ബിക്കോസ് ദ മെലഡി ഇസ് ഭയങ്കര ബ്രില്യന്റ് ആണ്. ഇപ്പൊ എല്ലാ പാട്ടിലെയും ആളുടെ സൗണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു സൗണ്ടാണ്. ലജ്ജാവതിയൊക്കെ ഇപ്പോഴും ലജ്ജാവതിയുടെ മെലഡി ഭയങ്കര, അതിപ്പോ ഒരു അത് സാധാരണ ഒരു മെലഡി സോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം അതിന്റെ ആ ഒരു മെയിൻ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ നമ്മളത് ആ പാട്ടിനെ എങ്ങനെ കൊണ്ടുവന്നാലും ഇറ്റ് വിൽ ബി എ ഹിറ്റ് ഫോർ ഷുവർ. ജാസി ഗിഫ്റ്റിന്റെ പാട്ടുകളും ഭയങ്കര ഇഷ്ടം. പിന്നെ അതേപോലെ ഈ ഒരു ഫീൽഡിലോട്ട് കടക്കുമ്പോൾ നമ്മൾ ഒരു ഫ്രഷറാണല്ലേ, അപ്പോൾ ഇതിലേക്ക് കടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ, ഒരുപാട് ആൾക്കാർ ഒപ്പോസ് ചെയ്യാനുണ്ടാവുമല്ലോ. ഒപ്പോസ് ചെയ്യുന്നതല്ല, നമ്മുടെ ആ ഒരു മെന്റാലിറ്റി, അതായത് ഇവിടെ ഒരു ഡെസിഗ്നേറ്റഡ് സിസ്റ്റം ഉണ്ട്. ദാറ്റ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ, ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഇഫ് യു ക്യാൻ വർക്ക് ദെൻ യു വിൽ ഗോ സക്സീഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനൊരു ലീനിയർ ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ ദ തിങ് ഈസ്, ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യാനെങ്ങാനും പറ്റുമോ? ഇൻസിഡൻറ്റ് ആയിട്ടില്ല, ഇതെൻ്റെ ഒരു ഒബ്സർവേഷനാണ്. അതായത് ഇപ്പോഴുള്ള കുറേ ആൾക്കാർ, ഐ എം ഹാപ്പി ദാറ്റ് ഇപ്പോഴത്തെ കറണ്ട് ഇൻഡസ്ട്രിയൽ സിനാരിയോ, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ കുറേ പുതുമുഖങ്ങളും അല്ലെങ്കിൽ പുറത്തുനിന്ന് കുറേ ആൾക്കാർ കടന്നു വരുന്നുണ്ട്. അത് പണ്ട് മുതലേ മലയാളം ഇൻഡസ്ട്രിയിൽ ഇറ്റ്സ് പെർട്ടനന്റ്. ഏത് ഫീൽഡായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളുടെ ഇവിടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് വി ഹാവ് ബിൻ വെൽക്കമിങ്, എന്താ പറയുക, ന്യൂ കമേഴ്സ് വിത്ത് ഓപ്പൺ ഹാൻഡ്സ്. ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇപ്പോൾ പറഞ്ഞ പോലെ അകം അല്ലെങ്കിൽ ജോബ് കുര്യൻ, പിന്നെ ഈ കപ്പ ടി വിയിൽ പണ്ട് വന്നുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ അന്ന് തൊട്ടാണ് നമുക്ക് ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് സീനിലോട്ടൊരു പരിചയം ഉണ്ടാവുന്നത്. പിന്നെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫിലിം മ്യൂസിക്കിലേക്ക് വരുമ്പോൾ ദർ ആർ സർട്ടൻ, എന്താ പറയുക, ഇഷ്യൂ. ഇത് മോസ്റ്റ്ലി മെയിൽ ഡോമിനേറ്റഡ് ആണ് ഫിലിം മ്യൂസിക് എന്ന് പറയുമ്പോൾ. മ്യൂസിക് ഡയറക്ടർ എന്ന് നമ്മൾ പറയുന്നത് ഫിലിമിലെ മ്യൂസിക് ചെയ്യുന്നതിനാണല്ലോ. അപ്പോൾ ആ ഒരു സംഭവം ഇസ് യൂഷ്വലി ഡോമിനേറ്റഡ് ബൈ, എന്താ പറയുക, മെയിൽസ്. അപ്പോൾ അതിലൊരു ഫീമെയിൽ പ്രസൻസ് ഇല്ലാത്തത് കാരണം പലപ്പോഴും നമ്മളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മളുടെ അടുത്ത് പെരുമാറാനോ അല്ലെങ്കിൽ അതിനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വി ഡോണ്ട് നോ വെദർ ടു സേ ഇറ്റ് ഔട്ട് ലൗഡ് ഓർ നോട്ട്.
ഇത് എങ്ങനെയാണ് ദ പ്രോബ്ലം ഇസ് സോ മെനി ഓഫ് us ഹാസ് ഗ്രോൺ അപ്പ് ഇൻ ദിസ് ഇൻഡസ്ട്രി തിങ്കിങ് ദാറ്റ് ഇതൊരു ഭയങ്കര നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, ദാറ്റ് ഇറ്റ്സ് ഓക്കെ ദാറ്റ് യു ഫേസ് സംതിങ്, യു സെറ്റ് ഇറ്റ് അസൈഡ് ആൻഡ് മൂവ് ഓൺ എന്നുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ ഇത് സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ദാറ്റ് ഇറ്റ് ഈസ് എന്താ പറയുക, നോട്ട് എ സ്മോൾ തിങ് ഫോർ യു. ഇതൊരു ട്രിവിയൽ ആയിട്ടുള്ളൊരു സംഭവമല്ല എന്നുള്ളത് നമ്മൾ പലവരും പതുക്കെയാണ് മനസ്സിലാക്കുന്നത്. ആൻഡ് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇസ് ദി ഓൺലി വേ ത്രൂ പാർട്ടിസിപ്പേഷൻ ഓഫ് മോർ ഫീമെയിൽസ്. അപ്പോൾ കൂടുതൽ വിമൻ ഇൻ ടെക്, അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ പൊതുവേ സ്ത്രീകളെ ഓൺ ക്യാമറ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റൽ ഓർണമെൻ്റൽ സംഭവങ്ങൾ ഫീച്ചേഴ്സ് ഉള്ളൊരു സംഭവങ്ങളായിട്ടാണ് നമ്മളിപ്പോഴും കാണുന്നത്. ഇപ്പോൾ വി സേ ദാറ്റ് ഇത്രയും ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ മൂവിയിൽ, അല്ലെങ്കിൽ ഷീ ഈസ് പ്ലേയിങ് എ റിയലി സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇഫ് വി ലുക്ക് അറ്റ് ദി ടെക്നിക്കൽ സൈഡ് ഓഫ് ദി മൂവി, ഇപ്പോൾ ക്യാമറ വുമൻ ഉണ്ടാവാറില്ല, സിനിമാറ്റോഗ്രാഫേഴ്സ്, എഡിറ്റേഴ്സ്, മ്യൂസിഷ്യൻസ്, മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇൻസ്ട്രുമെൻ്റലിസ്റ്റ്സ്, ഇവരൊക്കെ ഫീമെയിൽ ഉണ്ടാവുന്നത് വളരെ കുറവാണ്, ഉണ്ടെങ്കിൽ തന്നെ. സോ ദി വേ വി ക്യാൻ സോൾവ് ദിസ് ഇഷ്യൂ ഇസ് ത്രൂ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചിന്തിക്കുന്നത്, ഇഫ് എനിക്കൊരു ബാൻഡ് ഉണ്ടെങ്കിൽ ആ ബാൻഡിൽ ഫുള്ളി ഫീമെയിൽ ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് അറ്റ് ദ ബിഗിനിങ്. കാരണം ഇതിൽ കൂടുതൽ പാർട്ടിസിപ്പേഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ ഫീമെയിൽസ് വരണം, നോട്ട് ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയെടുത്ത് ഡിസ്കസ് ചെയ്യായിരുന്നു, സൗത്ത് സൈഡ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഫെസ്റ്റിവൽ ഉണ്ട്. സോ സിത്താര ചേച്ചി, കുറച്ച് വർഷം മുന്നേ സിത്താര ചേച്ചി വാസ് ദി ഓൺലി ഫീമെയിൽ ടു പെർഫോം ദെയർ ഇൻ കൊല്ലം ആര്യദയാൽ. ആൻഡ് പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിലും ഈവൻ സിത്താര ചേച്ചിയുടെ ബാൻഡിൽ സിത്താര ചേച്ചി മാത്രമേ ഉള്ളൂ ഒരു ഫീമെയിലായിട്ട്. ഈവൻ ആര്യയുടെ ബാൻഡിലാണെങ്കിലും അങ്ങനെയുള്ളൂ. ഇപ്പം ഇത് കൂടുതൽ നമ്മൾ ഈ ഒരു എൻവയൺമെൻറ്റ് നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആക്കണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ, വെൻ ഐ എം എ ഫീമെയിൽ ആൻഡ് കുറേ ആണുങ്ങളാണ് ആ ഒരു വർക്ക് പ്ലേസിലുണ്ടെങ്കിൽ ഞാൻ ഓബ്വിയസ്ലി എനിക്ക് ആ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും. ഫസ്റ്റ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഇവർക്ക് മനസ്സിലാക്കിപ്പിക്കണം, ദാറ്റ് ഈസ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. പക്ഷേ കൂടുതൽ സ്ത്രീകൾ ഇതിലേക്ക് കടന്നു വന്നാൽ, ഈ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് കടന്നു വന്നാൽ ഇത്തരത്തിലുള്ള പല ഡിഫിക്കൽട്ടീസിനെ നമുക്ക് മറികടക്കാം എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ സോ ദ ഗോൾ ഇസ് നെവർ ടു ബി ഇത് പെണ്ണുങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ, ഫെമിനിസ്റ്റ് ചിന്താഗതി എന്നുള്ള ഒരു ഇതിലേക്കല്ല. പക്ഷേ ഫെമിനിസം മീൻസ് ഇൻക്ലൂഡിങ് എവ്രി വൺ. ഫെമിനിസം എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ് എന്നുള്ളൊരു സംഭവത്തിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ഫെമിനിസം എന്നുള്ളതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. The goal is to create an environment where we can all work together. അല്ലാണ്ട് എൻ്റെ ബാൻഡിൽ പെണ്ണുങ്ങൾ മാത്രമേ പാടുള്ളൂ അല്ല, അങ്ങനെയല്ല. അത് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചെയ്യുന്നത് ഇസ് ടു എൻകറേജ് യു ടു സ്റ്റഡി മോർ, അല്ലെങ്കിൽ ഫീമെയിൽസിനോട് കുറച്ചും കൂടെ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നതിനോടും അല്ലെങ്കിൽ ഈ മ്യൂസിക് പ്രൊഡക്ഷൻ്റെ സൈഡിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവാനും ഉള്ളൊരു എൻകറേജ്മെൻറ്റ് പോലെയാണ് ലൈക്ക് അങ്ങനെ ഒരു സംഭവം ഞാനിപ്പോൾ വെക്കുന്നത്. ഫ്യൂച്ചറിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആൺ പെൺ വ്യത്യാസമില്ലാതെ എനിക്ക് എല്ലാവരോടും ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റണം. പക്ഷേ ആ ഒരു സംഭവം വരണമെങ്കിൽ ഐ ഹാവ് ടു ഡൂ ദിസ് ഫസ്റ്റ്. സോ ദാറ്റ്സ് ദ ഗോൾ. അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയോ അങ്ങനെ ചെയ്യണം. ഒരു ബാൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റട്ടെ. യെസ്, താങ്ക് യു. ഓൾറെഡി ഉണ്ട്. ഇറ്റ്സ് എ വർക്കിംഗ് പ്രോഗ്രസ്. നടക്കട്ടെ. എല്ലാം വിചാരിച്ച പോലെ എല്ലാ സ്വപ്നങ്ങളും സഫലീകരിക്കപ്പെടട്ടെ. താങ്ക് യു. നമുക്കൊരു ലാസ്റ്റ് സോങ് ഏതാ പാട്ടെന്നറിയോ? ഞാനല്ലേ പറയണ്ടേ? പറയുവാണോ? ശരി, ഓക്കെ. അനുരാഗവിലോചനായി. കളിയും ചിരിയും നിറയും കനവിൽ ഇളനീരൊഴുകി കുളിരിൽ തണലും വെയിലും പുണരും തൊടിയിൽ മിഴികൾ പായുന്നു കൊതിയിൽ. കാണാനുള്ളിനുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മളങ്ങനെ മ്യൂസിക് കൊണ്ട് ഈ എപ്പിസോഡ്സ് ഇങ്ങനെ നിറച്ചു അല്ലേ? യെസ്, താങ്ക് യു.
താങ്ക് താങ്ക് യു സോ മച്ച്.